SNM ട്രെയിനിംഗ് കോളേജ് മൂത്തകുന്നവും ക്ലബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രതിവാര പുസ്തക നിരൂപണ പരിപാടിയായ വ്യാഴാഴ്ച വായനാഴ്ച എന്ന പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സ്വാഗത പ്രസംഗത്തിനായി 2ാം വർഷ BEd സോഷ്യൽ സയൻസ് വിദ്യാർത്ഥിനി കൃഷ്ണാഞ്ജലിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. വ്യാഴാഴ്ച വായനാഴ്ച എന്ന പ്രതിവാര പുസ്തക നിരൂപണ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പരിപാടിയിൽ സ്വാഗതം അർപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി തന്നെ നമ്മുടെ SNM ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ ശ്രീമതി ഡോക്ടർ സുസ്മിത മിസ്സിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ കൂടെ ഈ പരിപാടിയിൽ മുഴക്കം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശ്രീ PF മാത്യു സാർ ചേരുന്നുണ്ട്. അദ്ദേഹത്തെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പുസ്തകം അവതരിപ്പിക്കുന്നത് BEd സോഷ്യൽ സയൻസ് 2ാം വർഷ വിദ്യാർത്ഥിനി ഹീരയാണ്. ഹീരയ്ക്കും പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടിയുടെ ടീച്ചർ കോർഡിനേറ്റേഴ്സ് ആയ കൃഷ്ണകുമാർ സാറിനും ഹീര മിസ്സിനും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കറിയാം, പ്രതിവാര പുസ്തക നിരൂപണ പരിപാടിക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകുന്നത് കൃഷ്ണകുമാർ സാറും ഹീര മിസ്സുമാണ്. അതിനാൽ തന്നെ ഇവരെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് നന്ദി അറിയിക്കുന്ന BEd സോഷ്യൽ സയൻസ് 2ാം വർഷ വിദ്യാർത്ഥിനി ആൻമേരിയെയും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റ് അധ്യാപകർക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു കൃഷ്ണാഞ്ജലി. ഇന്ന് നമ്മുടെ കൂടെ എത്തിച്ചേർന്നിരിക്കുന്നത് മുഴക്കം എന്ന പുസ്തകത്തിന്റെ ഗ്രന്ഥരചയിതാവായ PF മാത്യു സാർ ആണ്. വിവിധ മേഖലകളിൽ തന്റെ അടയാളം രേഖപ്പെടുത്തിയ വ്യക്തിത്വം ആണ് PF മാത്യു സാർ. ചാവുനിലം, ഇരുട്ടിലൊരു പുണ്യാളൻ, അടിയാളപ്രേതം, കടലിന്റെ മണം ഇവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ മറ്റു പ്രശസ്തമായ കൃതികൾ. പുത്രൻ, കുട്ടിശ്രാങ്, അതിരൻ, ഇമയു എന്നീ സിനിമകൾക്ക് തിരക്കഥ രചിച്ചിട്ടുണ്ട്. അടിയാളപ്രേതം എന്ന നോവലിന് 2000 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ്, സിഫ് താൻസാനിയ അന്തർദേശീയ അവാർഡ്, വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം എന്നിവ കൂടാതെ ഒട്ടനവധി പുരസ്കാര ജേതാവാണ് ഇദ്ദേഹം. മുഴക്കം എന്ന കഥാസംഹാരത്തിന്റെ വായനാ അനുഭവം പങ്കുവെക്കുന്നതിനായി 2ാം വർഷ BEd സോഷ്യൽ സയൻസ് വിദ്യാർത്ഥിനിയായ ഹീര കൃഷ്ണയെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം ശ്രീ PF മാത്യു സാർ എഴുതിയ മുഴക്കം എന്ന കഥാസമാഹാരമാണ്. അപ്പോൾ കഥയിലേക്കും കഥാസമാഹാരത്തിലേക്കും കടക്കുന്നതിന് മുൻപേ തന്നെ ഈ പുസ്തകം എങ്ങനെയാണ് എൻ്റെ കയ്യിൽ എത്തിപ്പെട്ടത് എന്നുള്ളതിനെ പറ്റി പറയാം. അപ്പോൾ എല്ലാ ആഴ്ചയിലും, എല്ലാ വ്യാഴാഴ്ചകളിലും വ്യാഴാഴ്ച വായനാഴ്ച എന്ന പേരിൽ നമ്മളുടെ കോളേജിൽ ഈ ഒരു പരിപാടി നടന്നു പോകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ മാസം വരെ ഞങ്ങൾ ട്രെയിനിങ്ങിലായതിനാൽ തന്നെ 1ാം വർഷ വിദ്യാർത്ഥികളായിരുന്നു പുസ്തക പരിചയം നടത്തിപ്പോയിരുന്നത്. എന്നാൽ ഇപ്പോൾ അവരുടെ എക്സാംസ് നടക്കുന്നത് കൊണ്ട് കുറച്ച് ആഴ്ചകളായിട്ട് 2ാം വർഷ വിദ്യാർത്ഥികൾ വീണ്ടും പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ ആഴ്ചയിൽ പുസ്തകം പരിചയപ്പെടുത്താമെന്ന് ഏൽക്കുകയുണ്ടായി. അതിനുവേണ്ടി ഒരു പുസ്തകം തിരഞ്ഞെടുക്കുകയുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായി തിരഞ്ഞെടുത്ത പുസ്തകം മുൻപ് ഓൾറെഡി പരിചയപ്പെടുത്തിയ ഒരു പുസ്തകമായിരുന്നു. അപ്പോൾ ഏത് പുസ്തകം ഇനി തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ ഇരിക്കുമ്പോൾ സംസാരത്തിനിടയിൽ വായനയുമായി ബന്ധപ്പെട്ട സംസാരത്തിനിടയിൽ ഹീര മിസ് ആണ് ഇങ്ങനെ മുഴക്കം എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ട്, ഹീര വായിച്ചിട്ടില്ലെങ്കിൽ, ടീച്ചർ പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യാറുണ്ട്, അപ്പോൾ ഹീര വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വായിച്ചു നോക്കൂ എന്ന് പറയുന്നത്. അങ്ങനെ ഈ പുസ്തകം വായിക്കാനിടയായി. അപ്പോൾ പുസ്തകം വായിക്കാൻ എടുക്കുമ്പോൾ എനിക്കൊരു ആശങ്കകൾ ഉണ്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോവലുകളെ കൂടുതലായി ഇഷ്ടപ്പെടുകയും കഥാസമാഹാരങ്ങളോട് വായിക്കാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിൽ അങ്ങനെയുള്ള ഒരു വായനക്കാരിയാണ്. പിന്നെ പുസ്തകം വായിക്കാമെന്ന് തീരുമാനമെടുക്കാനായിട്ട് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, എഴുത്തുകാരനെ പറ്റിയുള്ള ഒരു അറിവുകളാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാര് കൂടുതലായും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അടിയാളപ്രേതവും ഇരുട്ടിലൊരു പുണ്യാളനും എല്ലാം വായിച്ച് അവരുടെ വായനാനുഭവങ്ങൾ പങ്കുവെച്ചിട്ടുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ ഒരു വർഷത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും മാത്രം ഏറ്റവും നന്നായി വായിക്കുകയും അതിന്റെ മിഡിലിൽ റീഡേഴ്സ് ബ്ലോക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്ന എനിക്ക് കുറെ പുസ്തകങ്ങൾ എന്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. അങ്ങനെയുള്ള പുസ്തകങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ് അടിയാളപ്രേതവും ഇരുട്ടിലൊരു പുണ്യാളനുമെല്ലാം. ചാവുനിലം ഞാൻ വായിച്ചിട്ടുണ്ട്. അതെനിക്ക് ഒരു തരത്തിൽ സഹായകം ആകുകയും ചെയ്തിട്ടുണ്ട്. അതിവിടെ പറയേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം കോളേജിനെ പ്രതിനിധീകരിച്ച് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ സിനിമാ നിരൂപണത്തിന് പങ്കെടുക്കാനായിട്ട് ഒരു അവസരം ലഭിക്കുകയുണ്ടായി.
അപ്പൊ ആ ഒരു അവസരത്തില് അവിടെ ചെന്ന് അവരിടുന്ന സിനിമ കാണുക, നിരൂപണം എഴുതുക എന്നുള്ളതാണ്. അപ്പോ എന്തോ എന്റെ ഭാഗ്യവശാൽ ചാവുനിലം വായിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ടും എന്റെ ഭാഗ്യവശാലും അവിടെ ചെന്നപ്പോൾ ശ്രീ പി എഫ് മാത്യു സാർ തന്നെ തിരക്കഥ എഴുതിയ ഈ മയോ എന്ന സിനിമയാണ് അവിടെ പ്രദർശിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്കത് എഴുതാനായിട്ട് അന്ന് സാധിച്ചു. അപ്പോ അന്ന് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ കോളേജിന് വേണ്ടിയിട്ട് 2ാം സ്ഥാനം ആ ഒരു സിനിമാ നിരൂപണത്തിന് ലഭിക്കുകയുണ്ടായി. അപ്പൊ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു പുസ്തകത്തിന്റെ പേര് കേട്ടപ്പോൾ എന്നാലൊന്ന് വായിച്ചു നോക്കാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. അപ്പോഴും കഥാസമാഹാരം എന്നുള്ളതൊരു ഒരു ചെറിയ ആശങ്കയോടുകൂടിയാണ് ഞാൻ അതിനെ കയ്യിലേക്ക് എടുക്കുന്നത്. എന്നാൽ വായിച്ചു തീരുമ്പോൾ എന്റെ എല്ലാ ആശങ്കകളെയും ഒഴിവാക്കിക്കൊണ്ടാണ് ആ ഒരു പുസ്തകം ഞാൻ വായിച്ച് നിർത്തിയത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഞാൻ പരിഭാഷകൻ വായിച്ച് തീർക്കുന്നത്, അവസാനത്തെ കഥ. അപ്പോ കഥാസമാഹാരത്തിലേക്ക് വരാം. മുഴക്കം എന്ന കഥാസമാഹാരത്തില് 11 കഥകളാണുള്ളത്. 128 പേജുകളുള്ള ഒരു ചെറിയ പുസ്തകമാണ്. അപ്പോ 2021 മാതൃഭൂമി ബുക്സ് ആണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 11 കഥകളാണ് കഥാസമാഹാരത്തിലുള്ളത്. കഥകളുടെ പേരുകൾ വായിക്കാം. മുഴക്കം, ജീവിതം ജീവിതം എന്ന് പറയുന്നത്, വനജ, ചൊവ്വാഴ്ചയല്ലാത്തൊരു ദിവസം, നളിനി, 2ാം ദിവസം, വെളുത്ത നിറമുള്ള മയക്കം, കയ്പ്, കനം, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഞാവൽപ്പഴം, പരിഭാഷകൻ. ഇങ്ങനെ 11 കഥകളാണ് ഈ ഒരു കഥാസമാഹാരത്തിലുള്ളത്. അപ്പൊ ആദ്യമേ പരമാവധി കഥാസമാഹാരം പരിചയപ്പെടുത്തുമ്പോഴും എനിക്കൊരു ആശങ്കയുണ്ട്. കാരണം കഥകളുടെ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ കഥകൾ വായിച്ചുള്ള നമുക്കുള്ള ആ ഒരു കിട്ടേണ്ട അനുഭവം അത് മുറിയാതെ വേണമല്ലോ ഒരു പുസ്തകം നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോ പരമാവധി കഥകൾ മുഴുവനായി പറയാതെ എന്നാൽ അതിന്റെ ഉള്ളിൽ എന്താണുള്ളത് എന്ന് പറയാൻ ശ്രമമാണ്. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോ മുഴക്കം എന്ന ആദ്യ കഥയുടെ പേര് തന്നെയാണ് ഈ കഥാസമാഹാരത്തിന് നൽകിയിരിക്കുന്നത്. മുഴക്കം എന്ന ആദ്യത്തെ കഥയില് 8 വർഷം മുൻപ് കാണാതായ തന്റെ പിതാവിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന ഷീല കൊറയ എന്ന് പറയുന്ന സ്ത്രീയെ നമ്മൾ പരിചയപ്പെടും. 80ാം വയസ്സിലാണ് അവരുടെ പിതാവിനെ കാണാതെ ആകുന്നത്. വർഷങ്ങൾക്ക് ശേഷമുള്ള അയാളുടെ മടങ്ങി വരവ് എങ്ങനെയാണ് ആ ഒരു കുടുംബം ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ആ കഥയിൽ വായിക്കുന്നത്. അപ്പോ അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് മകൾക്ക് പിതാവിനെ കുറിച്ച് കൂടുതലായൊന്നും അറിയില്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോ ഈ പിതാവിനെ പറ്റി മകളുടെ അന്വേഷണങ്ങളും അയാളുടെ പാസ്റ്റിനെ പറ്റിയുമെല്ലാമാണ് ആ ഒരു കഥയിൽ പറയുന്നത്. അപ്പോ പിതാവിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇത്തിരി ക്യൂരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. അദ്ദേഹം എവിടെ നിന്നോ വന്ന ഒരാളായിട്ടാണ് ഷീലയ്ക്ക് അറിയാവുള്ളൂ. അപ്പോ അദ്ദേഹം വരുന്നു, ഏതോ ഒരു സായിപ്പിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു, അങ്ങനെ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സായിപ്പിന്റെ കൂടെ പാരീസിലെല്ലാം പോകുന്നുണ്ട്. പാരീസിൽ പോയി വന്നതിന് ശേഷം മരിച്ചവർക്ക് വേണ്ടി പാരീസുകാര് തുരങ്ക വീടുകൾ നിർമ്മിക്കും. അത് കാറ്റക്കോം എന്നാണ് അതിന്റെ പേര്. അപ്പൊ അതിനോട് അദ്ദേഹത്തിന് അതിയായ ഭ്രമമുണ്ട്. അതുപോലൊരു മുറി വീട്ടിനുള്ളിൽ വേണം, അതിനുള്ളിൽ താമസിക്കണം എന്നെല്ലാം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരാളാണ് അദ്ദേഹം. എന്തുകൊണ്ടായിരിക്കാം അതെന്ന് നമുക്കൊരു ചോദ്യമെല്ലാം വരും. വായിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ പാസ്റ്റ് എന്ന് പറയുന്നത് കോലാർ ഖനികളുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഖനികൾക്കുള്ളിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഇരുട്ട് നിറഞ്ഞതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിതമാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അങ്ങനെ ഒരു മുറികളോട് താല്പര്യമെന്ന് നമുക്ക് തോന്നും. പിന്നെ ഈ കഥയുടെ തുടക്കത്തില് പിതാവിന്റെ ഓർമ്മക്കുറവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചില സംശയങ്ങൾ തോന്നും, ഇത് ഇവരുടെ പിതാവ് തന്നെയാണോ, പിന്നെ പ്രായമാവുമ്പോഴുള്ള ഓർമ്മക്കുറവാണോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അതിനുള്ള ഉത്തരവും കൂടെ നമുക്ക് ആ കഥയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ ലഭിക്കും. എന്നാൽ ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങളും കൂടെ ആ കഥയിൽ ഒരു വായനക്കാരി എന്നുള്ള നിലയിൽ വായിച്ചു തീർത്തപ്പോൾ എനിക്ക് ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴും. പിന്നെ 2ാമത്തെ കഥ എന്ന് പറയുന്നത് ജീവിതം ജീവിതം എന്ന് പറയുന്നത് എന്ന കഥയാണ്. അതിലേക്ക് വരുമ്പോൾ നമ്മളൊരു തിരക്കഥാകൃത്തിനെ പരിചയപ്പെടുന്നുണ്ട്. സിനിമാ മേഖലയിലേക്ക് നമ്മൾ പോവുകയാണ് ആ ഒരു കഥയിൽ. അതില് പല കാലങ്ങളില് ഒരേ കഥാപാത്രങ്ങളുള്ള കഥ പലരുടെയും മുന്നിൽ, പല നിർമ്മാതാക്കളുടെയും മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു തിരക്കഥാകൃത്തിനെ നമ്മൾ കാണുന്നുണ്ട്. ആ തിരക്കഥാകൃത്തിനെയും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. അവര് എവിടെയാണ് അവർക്ക് ഭാഗ്യം ലഭിക്കുക, ഒരു ബിഗ് സ്ക്രീനിൽ കാണാനുള്ള ഭാഗ്യം ലഭിക്കുക എന്നുള്ള രീതിയിൽ ആ ഒരു ഭാഗ്യം അന്വേഷിച്ച് നടക്കുന്ന ഒരു തിരക്കഥാകൃത്ത്. ഇനിയെങ്കിലും നമ്മളുടെ ജീവിതം മെച്ചപ്പെടുമോ എന്നുള്ള ഒരു ചോദ്യം ഓരോ കഥ പറയാൻ പോകുമ്പോഴും ഈ തിരക്കഥാകൃത്തിന്റെ
ഉള്ളിൽ അലയടിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതം ഒരു ഭാഗ്യപരീക്ഷണം പോലെയാണ്. ഓരോ തവണയും ഓരോ എക്സാംസ് എഴുതുമ്പോഴായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളിലും നമ്മളുടെ ജീവിതത്തിലുടനീളം നമ്മളും ഭാഗ്യങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലൊരു ഭാഗ്യാന്വേഷിയായ ഒരു തിരക്കഥാകൃത്തിനെയാണ് നമ്മൾ ജീവിതം ജീവിതം എന്ന കഥയിൽ കാണുന്നത്. ഇനി വനജയിലേക്ക് വരുമ്പോൾ, വനജ നമ്മളെ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണ്. അതില് എടവനക്കാട് എന്ന് വരുന്ന ഒരു അമ്മച്ചോയെ പറ്റി പറയുന്നുണ്ട്. അപ്പോ എടവനക്കാട് എന്ന് വരുന്ന അമ്മച്ചോ യക്ഷിക്കഥകൾ പറയുന്ന ഒരു അമ്മച്ചോയാണ്. അപ്പോ എന്റെ അമ്മ വീട് എടവനക്കാടാണ്. സ്വാഭാവികമായിട്ടും അവിടെ എന്റെ 8ാം ക്ലാസ് വരെ എന്റെ അച്ഛന്റെ എന്റെ അമ്മയുടെ അച്ഛന്റെ അമ്മ, അതായത് അമ്മയുടെ അച്ഛമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് അമ്മച്ചോ എന്ന് പറഞ്ഞപ്പോ ആ ഒരു മുഖമൊക്കെയാണ് മനസ്സിലേക്ക് വന്നത്. അപ്പൊ നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എത്രത്തോളം അത്തരത്തിലുള്ള കുട്ടിക്കാലം കിട്ടുന്നുണ്ട് എന്ന് അറിയില്ല. കണ്ട പറമ്പുകളിലെല്ലാം കയറി ഇറങ്ങി, കണ്ട മരത്തിലെല്ലാം കയറി, അത്തരത്തിലുള്ള ഒരു അനുഭവം ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. കിട്ടാനുള്ള സാധ്യതകളും കുറവാണ്. എന്നാൽ ഒരു പരിധി വരെ എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് അതൊന്നും അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോ ആ ഒരു കുട്ടിക്കാലത്തേക്കുള്ള തിരിച്ചുപോക്കായിരുന്നു വനജയുടെ വായനാനുഭവം എന്ന് പറയുന്നത്. അതിൽ ഈ പറയുന്ന പോലെ മുത്തശ്ശി കഥകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കുഞ്ഞു കുട്ടികളുടെ കഥയിൽ അത്ഭുതം ഒരു ഫാക്ടറാണല്ലോ, അമാനുഷികതകൾ ഒരു ഫാക്ടറാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വനജയിൽ കാണാനായിട്ട് സാധിക്കും. പിന്നീട് വരുന്ന 5 കഥകളെ പറ്റി ഞാൻ തിരിച്ചു വന്നതിന് ശേഷം പറയാം. അപ്പോ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്ന കഥയാണ്, അതേപറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ഈ 5 കഥകളെ പറ്റി ഒന്നിച്ച് പറയുന്നതിന് ഒരു കാരണമുണ്ട്, അതിലേക്ക് വരുമ്പോൾ പറയാം. മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വായിക്കുമ്പോൾ നമുക്കതൊരു ജീവിതമാണോ അല്ലെങ്കിൽ മരണത്തിലേക്ക് എത്തിയ ഒരാളുടെ അനുഭവമാണോ, ആ ഒരു രീതിയിലൊരു ആ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ ആ പുസ്തകം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കഥ വായിക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. അതിൽ നമ്മൾക്ക് ഒരു കുട്ടിക്കാലത്തെ ഫ്ലാഷ് ബാക്കുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ പട്ടാള ജീവിതത്തെ പറ്റി പറയുന്നുണ്ട്. യുദ്ധകാലങ്ങളിൽ പട്ടാളക്കാരുടെ കുടുംബങ്ങളിൽ ഉണ്ടാവുന്ന, പ്രത്യേകിച്ച് പഴയ കാലത്ത് ഒരു കത്തിടപാടുകളിലൂടെ മാത്രം, ഫോണൊന്നും അത്ര ഫെമിലിയർ ആവാത്ത ഒരു കാലത്ത് എങ്ങനെയായിരുന്നു അവരുടെ ജീവിതം എന്നുള്ളത് പറയുന്നുണ്ട്. അതിലും ഈ പറയുന്ന പോലെ നമ്മളുടെ പാപങ്ങൾ അല്ലെങ്കിൽ ആത്മാക്കളും പിശാചുക്കൾ എന്നൊക്കെ പറയുന്ന ഫാക്ടേഴ്സ്, അങ്ങനെ നമ്മളെ പേടിപ്പിക്കുന്ന ഫാക്ടേഴ്സ് എല്ലാം ആ ഒരു കഥകളിൽ കുട്ടിക്കാലത്തെ ഫ്ലാഷ് ബാക്ക് പറയുമ്പോൾ ആ ഒരു കഥയിലെ പ്രധാന നായകനിലൂടെ നമുക്ക് അയാളുടെ കുട്ടിക്കാലത്തെ ആ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വർത്തമാന കാലത്തില് അദ്ദേഹത്തിന്റെ വേദനകളെ പറ്റിയും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് മരിച്ച വിശ്വാസികൾക്കുള്ള പ്രാർത്ഥന മുന്നോട്ട് പോകുന്നത്. പിന്നെ ഞാവൽപ്പഴം എന്ന് പറയുന്ന കഥയില് കൂടുതലും പ്രണയം എന്ന് പറയുന്ന ഒരു ഫാക്ടർ കടന്നു വരുന്നുണ്ട്. അതില് ദസ്തയേവ്സ്കിയുടെ ഇഡിയറ്റ്സ് എന്ന് പറയുന്ന നോവലുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അത് പോകുന്നത്. ഒരു പ്രണയം, അതിലെ കഥാനായകന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രണയം ഇഡിയറ്റ് എന്ന് പറയുന്ന ആ ഒരു നോവലിന്റെ വായനയോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ ഒരു കഥ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ കഥാനായകന്റെ ജീവിതത്തിലേക്ക് വരുന്ന സുഹൃത്തായ അലോഷിയും അദ്ദേഹത്തിന്റെ സഹോദരിയായിട്ടുള്ള ലിസിയോട് ഇദ്ദേഹത്തിന് തോന്നുന്ന പ്രണയം, ഇതെല്ലാമാണ് ഞാവൽപ്പഴത്തില് പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ കൂടുതലായിട്ടും ദസ്തയേവ്സ്കിയുടെ പുസ്തകങ്ങളെ പറ്റി പറയുമ്പോൾ കൂടുതലായിട്ടും ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ എഴുതിയിരിക്കുന്ന ഒരു കഥാകാരനാണല്ലോ. അപ്പോ അത്തരത്തിലുള്ള വായന കൊണ്ടുപോകുന്ന ഒരു കഥാനായകൻ എന്തുകൊണ്ടാണ് അടിയന്തരാവസ്ഥയുടെ വേദനകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരാളാണ് താനെന്ന് പറയുന്ന ഒരു കഥാനായകനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പിന്നെ വരുന്നത് പരിഭാഷകനിലേക്കാണ്. പരിഭാഷകനിലേക്ക് വരുമ്പോൾ നമ്മൾ അതില് സോളമൻ എന്ന് പറയുന്ന ഒരു കഥാനായകനും അദ്ദേഹത്തിന്റെ ഭാര്യ ആനി, അതേപോലെ തന്നെ അവരുടെ സുഹൃത്തായ രാധിക, ഇവര് 3 പേരുടെയും കഥയാണത്. അപ്പൊ ആ കഥയില് ആനിയുടെ 50ാമത്തെ പിറന്നാളിന്റെ സമയത്ത് ആനി മരിക്കുകയാണ്. ആ ഒരു കഥയെ, അവരുടെ പരിഭാഷകനിലെ സോളമന്റെ കഥയെ മറ്റുള്ളവരെങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്, മറ്റുള്ളവരെങ്ങനെയാണ് പരിഭാഷപ്പെടുത്തുന്നത് എന്നുള്ള രീതിയിലാണ് ആ കഥ പോകുന്നത്. പല വേർഷൻസ് ഓഫ് ആനിയുടെ മരണത്തിന്റെ പല വേർഷൻസ് നമുക്കതിൽ കാണാൻ സാധിക്കും, പലരുടെയും വേർഷൻസ്. ഒരുപക്ഷെ നമ്മളുടെ ജീവിതവും പലരും പരിഭാഷപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതം നമ്മളും, ഒരാൾ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ഒരാളുടെ കഥ പറയുമ്പോൾ നമ്മളും പരിഭാഷകരായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ചൊവ്വാഴ്ചയല്ലാത്ത ഒരു ദിവസം മുതൽ കനം വരെയുള്ള കഥകളിലേക്ക് വരാം. ചൊവ്വാഴ്ചയല്ലാത്ത ദിവസം മുതൽ കനം വരെയുള്ള കഥകളില് നമ്മൾ പരിചയപ്പെടുന്നത് നളിനി എന്ന് പറയുന്ന ഒരു സ്ത്രീയെയും അവരുടെ മകനായിട്ടുള്ള ചിത്തനെയുമാണ്. ഇപ്പോ നളിനിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായി നളിനി മാറി എന്നുള്ളതാണ് സത്യം.
വലിയൊരു ആൾക്കൂട്ടത്തിന് രസിക്കുന്ന മട്ടില് ജീവിതം അഭിനയിക്കേണ്ടതില്ല എന്ന് എന്തിനാണെന്ന് ആലോചിക്കുന്ന ഒരു സ്ത്രീയാണ് നളിനി. ആർക്കും ദോഷമില്ലാതെ ഇഷ്ടാനുസരണം ജീവിക്കുന്നവരെ മനോരോഗികൾ എന്ന് പറയുമെങ്കിൽ അത്തരം ആളുകൾ പാർക്കുന്ന വീടുകളെ കൊണ്ട് ഈ ലോകം നിറയണമെന്നതാണ് അവളുടെ സ്വപ്നം. അത്തരത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് നളിനി. അവർക്ക് സ്നേഹമില്ലാതെ മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അവർക്കറിയില്ല. അതുപോലെ തന്നെ അത്തരത്തിൽ ചിന്തിക്കുന്ന, സ്നേഹമില്ലാത്തിടത്ത് എങ്ങനെയാണ് മനുഷ്യർക്ക്, സ്നേഹമുള്ള ഇടങ്ങളിലല്ലേ മനുഷ്യർ ഒന്നിച്ച് കഴിയേണ്ടതെന്ന് ചിന്തിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുപോലെ തന്നെ ചിത്തനെ വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ മുഖത്തെ ഭാവങ്ങളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണെന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് നളിനിയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നളിനിക്ക് പ്രണയങ്ങളുണ്ട്. നളിനി നളിനി നിലവിൽ അവരുടെ 7ാമത്തെ പ്രണയത്തിലാണ്. കാമുകന്റെ പേര് നരേന്ദ്രൻ എന്നാണ്. അപ്പോ ചിത്തൻ അവരുടെ മകനാണ്, നളിനിയുടെ മകനാണ് ചിത്തൻ. അപ്പോ മകൻ പ്രധാനമായും ചെയ്യുന്നത് അമ്മയെ പറ്റിയാണ് കഥകൾ എഴുതുന്നത്. അമ്മയുടെ പ്രണയങ്ങളെ കുറിച്ചും മറ്റുമാണ് ചിത്തൻ കഥകൾ എഴുതുന്നത്. ചിത്തൻ പറയുന്നുണ്ട്, ജീവിക്കാൻ വേണ്ടി കാശ് ഉണ്ടാക്കാനായിട്ട് എഴുത്ത് എന്നതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാളാണ് താനെന്ന് ആണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ചിത്തനിലേക്ക് വരുമ്പോ ചിത്തന്റെ ഒരു കത്തുണ്ട്. കനം എന്ന് പറയുന്ന കഥയിലേക്ക് വരുമ്പോൾ ചിത്തൻ മാധവി എന്ന് പറയുന്ന തന്റെ പ്രണയിനിക്ക് എഴുതുന്ന കത്തുണ്ട്. കത്തിലേക്ക് വരുമ്പോൾ ബി.എഡ് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യം അതിൽ വരുന്നുണ്ട്. ഒന്ന് ഈഡിപ്പസ് കോംപ്ലക്സ് ആണ്. അപ്പൊ എങ്ങനെയാണ് അതില് ചിത്തൻ പറയുന്നുണ്ട്, ചിത്തനും നളിനിയുമായിട്ടുള്ള സംഭാഷണങ്ങളാണത്. കൂടുതലും സാഹിത്യത്തെ പറ്റിയാണ്. സാഹിത്യത്തെ പറ്റിയുള്ള രണ്ടുപേരുടെയും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് അതിൽ പറയുന്നത്. നളിനിയെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ ജീവിതം അതേപോലെ പകർത്തി വെക്കുന്നത് സാഹിത്യമാകില്ല, കഥയാകില്ല എന്ന് വിശ്വസിക്കുന്ന സ്ത്രീയാണ് നളിനി. എന്നാൽ ചിത്തനെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ജീവിതമാണല്ലോ അയാൾ കഥയായിട്ട് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിലൊരു കുറ്റബോധമോ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം കഥയാക്കി എഴുതാമെന്നൊരു ചിന്തയുള്ള ആളാണ് ചിത്തൻ എന്ന് പറയുന്ന ആള്. എന്നാൽ ചിത്തന്റെ ഈ ഒരു ധാരണയെ പൊളിച്ചു കൊടുക്കുന്ന എമ്മ എന്ന് പറയുന്ന ഒരു മദാമ്മയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിത്തൻ ഒരു ഫ്ലൈറ്റ് ജേണിയിൽ പരിചയപ്പെടുന്നതാണ്. തന്റെ അത്തരത്തിലുള്ള വാദങ്ങൾ പൊളിഞ്ഞു പോകുന്നത് ചിത്തൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോ മാധവിക്ക് ചിത്തൻ എഴുതുന്ന കത്തിലേക്ക് വരുമ്പോൾ എത്രയൊക്കെ അമ്മയെ വിമർശിച്ചാലും അമ്മയോട് തനിക്ക് ആരാധനയുണ്ട് എന്ന് അദ്ദേഹം ആ കത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിന്റെ കോൺട്രാഡിക്ഷൻസ് എന്നൊക്കെ പറയാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നളിനിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സമപ്രായം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നു എന്നുണ്ടെങ്കിൽ നളിനി ശരിക്കും അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയായി വരേണ്ട ആളാണെന്നാണ് ചിത്തൻ പറയുന്നത്. അപ്പൊ ചിത്തൻ ചോദിക്കുന്നുണ്ട്, ജീവിതത്തിന്റെ ഒരു കോൺട്രാഡിക്ഷൻസ് പോലെ തന്റെ അച്ഛൻ തന്നെക്കാൾ മുന്നേ ജനിച്ച് നളിനിയെ വിവാഹം കഴിച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തില് അദ്ദേഹം ഫ്രോയിഡിനെയും ഈഡിപ്പസിനെയും എല്ലാം പരിചയപ്പെടുന്നതിന് മുൻപേ അദ്ദേഹം അനുഭവിച്ച ആ ഒരു ഈഡിപ്പസ് കോംപ്ലക്സ് നമുക്കറിയാം. കുട്ടികൾക്ക് ഈഡിപ്പസ് കോംപ്ലക്സ് വരുമ്പോൾ അമ്മയുടെ പാർട്ട്ണറിനെ കൊല്ലാനുള്ള ദേഷ്യം വരെ ഉണ്ടാവും. അപ്പൊ അതെങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബാധിച്ചത് എന്നെല്ലാം ചിത്തൻ അതിൽ പറയുന്നുണ്ട്. അങ്ങനെ ചിത്തന്റെയും നളിനിയുടെയും കഥകളാണ് ചൊവ്വാഴ്ചയല്ലാത്ത ഒരു ദിവസം മുതൽ കനം വരെയുള്ള കഥകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവര് സാഹിത്യത്തെ എങ്ങനെയാണ് കാണുന്നത്, ഇപ്പം ലോകത്തിലേക്ക് ഇറങ്ങി നോക്കാൻ നളിനി പറയുന്നുണ്ട്. എന്നാൽ ചിത്തൻ ഇത്തിരിയും കൂടെ പുറം ലോകത്തെ കാഴ്ചകൾ കാണാത്ത ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നളിനി പലപ്പോഴും നളിനി അത്രയും സൂക്ഷ്മതയുള്ള ഒരാളാണ്. ഒരു തുന്നാരൻ കിളി കൂടുകൂട്ടുന്നത് വളരെ കൃത്യതയോടെ നോക്കുന്ന, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഒബ്സർവ് ചെയ്യുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് നളിനിയെ മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ നളിനിക്ക് പ്രണയമുണ്ടെന്ന് പറഞ്ഞല്ലോ. നളിനിയുടെ പ്രണയങ്ങളെല്ലാം അവര് മകനോടും ഭർത്താവിനോടും എല്ലാം തുറന്നു പറയുന്നുണ്ട്. അപ്പോ ചിത്തൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രണയം നിങ്ങൾ തുറന്നു പറയുമ്പോൾ അച്ഛന് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണോ വിചാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് കൊണ്ട് എന്നോട് ബഹുമാനാണുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാധാരണഗതിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുക എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ എന്നാൽ അങ്ങനെ മറ്റൊരാളെ ദ്രോഹിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുക എന്നൊരു നിലപാടിലുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് നളിനിയെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഇങ്ങനെ 11 കഥകളാണ് ഈ ഒരു കഥാസമാഹാരത്തിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോ 2-3 കാര്യങ്ങളും കൂടെ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന് കഥകളുടെ പേരാണ്. സാധാരണ നമ്മളൊരു കഥ വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം, ഈ കഥയ്ക്ക് മറ്റൊരു പേരിട്ടാൽ നന്നാവുമായിരുന്നു എന്നെല്ലാം നമുക്ക് ചിലപ്പോൾ തോന്നും വായനക്കാരെന്നുള്ള രീതിയിൽ. പക്ഷെ ഇതിലെ ഓരോ കഥകൾക്കും എന്തുകൊണ്ടാണ് ആ പേര് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ കഥ വായിച്ചു തീരുമ്പോൾ നമുക്ക് മറ്റൊരു സംശയത്തിന്റെയും
ആവശ്യം വരില്ല. കാരണം മുഴക്കത്തിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മുഴക്കം എന്ന് പറയുന്ന കഥയിൽ ഈ പറയുന്ന പോലെ നമ്മൾ വായിച്ചു തീരുമ്പോൾ നമ്മുടെ ഉള്ളില് മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ കോലാർ ഖനികളെ പറ്റി പറയുന്നുണ്ട്, ഭൂമിക്കടിയിലുള്ള വാസത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും ശബ്ദങ്ങളാണ്, മുഴക്കങ്ങളാണ് നമ്മൾ ഭൂമിക്കടിയിലെ ജീവിതത്തിലായാലും ഖനികളിലായാലും കേൾക്കുക. പിന്നെ കനം എന്ന് പറയുന്ന കഥയിൽ വരുമ്പോഴായാൽ പോലും മിക്ക കഥകളിലും കയ്പ്, കനം, ഇതില് രണ്ടിലും ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച കാര്യം, ഈ രണ്ട് വാക്കുകളെയും ഒട്ടും യാന്ത്രികമല്ലാതെ പല ഭാഗങ്ങളിലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ആ ഒരു ഇപ്പം കനത്തില് ചിത്തൻ മാധവിക്ക് എഴുതുന്ന കത്തില് കനം എന്ന വാക്ക് പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത് മനഃപൂർവ്വം ഇൻഡക്ട് ചെയ്തതായിട്ടല്ല തോന്നുക, പക്ഷെ സ്വാഭാവികമായിട്ട് നമ്മുടെ വായനയെ തടസ്സപ്പെടുത്താതെ അത് നല്ല രീതിയിൽ പ്ലേസ് ചെയ്ത് പോയിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതില് കനത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വരിയുണ്ട്. ഇന്ന് ഞാനത് പുസ്തക നിരൂപണത്തെ പറ്റി സംസാരിച്ചപ്പോ മലയാളം BEd മലയാളത്തിൽ പഠിക്കുന്ന നേഹയോട് സംസാരിക്കുകയും നേഹയ്ക്കും ആ ഒരു വരി വളരെയധികം ഇഷ്ടപ്പെട്ടപ്പം തീർച്ചയായിട്ടും ആ വരി ഇവിടെ പറയണമെന്ന് പറഞ്ഞിരുന്നു. ഒരു കടലാസിൽ എത്ര വിലപ്പെട്ട അറിവുകൾ എഴുതി വെച്ചാലും അതിന് മീതെ ഇത്തിരി കനം വെച്ചില്ലെങ്കിൽ അത് കാറ്റിൽ പറന്നു പോകുന്നത് പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതവും എന്ന തോന്നലാണ് എനിക്ക്. ഇത്തരത്തില് കനം എന്നുള്ള വാക്കിനെ ആ കത്തില് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ജീവിതഭാരമായിട്ടും മനസ്സിന്റെ ദുഃഖം അല്ലെങ്കിൽ കനമില്ലായ്മ ഇത്തരത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഓരോ കഥകൾക്കും ആ പേര് അത്രത്തോളം ആപ്റ്റ് ആണ് എന്ന് എനിക്ക് തോന്നി. കാരണം ഒരു വായനക്കാരി എന്നുള്ള നിലയിൽ എനിക്ക് മറ്റൊരു പേര് അതിന് ചിന്തിക്കേണ്ട ഒരു അത്തരത്തിലുള്ള തോന്നലോ കാര്യങ്ങളോ ഒന്നും വന്നിരുന്നില്ല. പിന്നെ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ സാധാരണഗതിക്ക് ഒരു പുസ്തകം വായിക്കുമ്പോൾ, അതിപ്പോ നോവൽ ആയാലും അതെ, കഥയായാലും അതെ, നമ്മൾ വായിച്ച് ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോഴായിരിക്കും ഒരു ഹുക്കിംഗ് ഫാക്ടർ കിട്ടുക. ഇനിയും ആ പുസ്തകത്തിന്റെ ബാക്കി വായിക്കണം, എന്താണെന്ന് അറിയണം എന്നുള്ള ചോദ്യം നമ്മുടെ ഉള്ളിൽ വരാ അങ്ങനെ ഒരു ഹുക്കിംഗ് ഫാക്ടർ കിട്ടുമ്പോഴാണ്. പക്ഷെ ഈ ഒരു പുസ്തകത്തില് ഓരോ കഥയുടെയും ആദ്യത്തെ വരി തന്നെ നമ്മളവിടെ പിടിച്ചു നിർത്തുന്ന രീതിയിലാണ്. ആദ്യത്തെ വരിയിൽ തന്നെ നമുക്ക് കൊള്ളാം, ആ വരി അടുത്തത് എന്തായിരിക്കും, അതാരായിരിക്കും, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്ന രീതിയിലാണ് ആ ഒരു ആദ്യത്തെ വരികൾ തന്നെ. അതിൽ മുഴക്കത്തിന്റെ ആദ്യത്തെ വരി, മഞ്ഞിന്റെ കിരീടം ചൂടിയതുപോലെ തലമുടി മുഴുവൻ നരച്ച ആ സ്ത്രീ നല്ല വേഗതയിലാണ് കാർ ഓടിച്ചു വന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും, മഞ്ഞിന്റെ കിരീടം ചൂടിയതുപോലെ തലമുടി മുഴുവൻ നരച്ച ആ സ്ത്രീ അവരാരായിരിക്കും എന്നുള്ള ചോദ്യം ഉണ്ടാവും. എന്തിനാണ് അവർ വേഗതയിൽ കാർ ഓടിച്ചു വന്നത് എന്നുള്ള ചോദ്യം എന്റെ മനസ്സിൽ വന്നു. അതുപോലെ തന്നെ വനജയിലേക്ക് വരുമ്പോൾ വനജയുടെ തുടക്കം, ഞങ്ങളുടെ ബാല്യം അവസാനിച്ച ദിവസമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള 13 ദിവസം നീണ്ട യുദ്ധവും അവസാനിച്ചത്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ പഠിക്കുമ്പോൾ 13 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ അഡോളസൻസ് ഏജ് ഒക്കെ കഴിയും എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ പോലും ബാല്യം അവസാനിച്ച ആ ഒരു ദിവസം എങ്ങനെയാണ് ആ ഒരു കഥാനായകൻ അത്ര കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം നമുക്ക് ഈ കഥയിലേക്ക് നമ്മളെ പിടിച്ചു നിർത്തുന്ന ഫാക്ടേഴ്സ് ആയിട്ട് തോന്നി. അപ്പൊ ആദ്യം കഥാസമാഹാരം വായിക്കാൻ എടുത്തപ്പോൾ ഉള്ള ഒരു ആശങ്ക അത് വായിച്ചു തീർന്നപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് വായിക്കാനായിട്ട് സാധിച്ചു. വളരെ വളരെ സുഖമായിട്ടുള്ള ഒരു വായനയായിരുന്നു അനുഭവപ്പെട്ടത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വാക്കുകളുടെ പ്ലേസിങ്, കനത്തിലായാലും കയ്പിലായാലും എല്ലാം പല സ്ഥലങ്ങളിലും ഈ വാക്കുകൾ വരുന്നുണ്ട്. പിന്നെ ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, സിനിമകൾ വരുന്നുണ്ട്. എഴുത്തുകാരൻ കണ്ട സിനിമകൾ ആയിരിക്കണം പാറ്റേഴ്സൺ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള സിനിമകൾ വന്നു പോകുന്നുണ്ട്. പിന്നെ എഴുത്തുകാർ വന്നു പോകുന്നുണ്ട്, ദസ്തോവ്സ്കി, ടർക്കോസ്കി, അങ്ങനെ കാർലോസ്, അങ്ങനെ അവരുടെ കവിതാ ശകലങ്ങള്, അവരുടെ കഥകള്, നോവലുകള്, അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ. ഇപ്പോ ദസ്തോവ്സ്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു കഥയിൽ പറയുന്നുണ്ട്, ദുരിതം വിറ്റ് ജീവിക്കുന്ന എഴുത്തുകാരനാണ്. മറിച്ച് മറ്റൊരാളെന്ന് പറയുന്നത് ജീവിതത്തിലെ ആനന്ദങ്ങളെ കഥയിലേക്ക് മാറ്റുന്ന ഒരു കഥാകാരൻ. അത്തരത്തില് രണ്ട് തരത്തിലുള്ള കഥാകാരന്മാരെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ കൂടുതലായിട്ടും കലയെയും സാഹിത്യത്തെയും ഒക്കെ കൂടുതലായിട്ട് ഇതിലേക്ക് കൊണ്ടുവരാനും അതിന്റെ വിവിധ വശങ്ങളെ, കഥാപാത്രങ്ങളുടെ ചിന്തകള്, നമ്മുടെ ഓരോ കഥയിലെയും കഥാപാത്രങ്ങള് സാഹിത്യത്തെ എങ്ങനെയാണ് കാണുന്നത്, അത് പല കഥകളിലായിട്ട് കാണാം. ഇപ്പം ചിത്തനും നളിനിയായിട്ടുള്ള സംസാരങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാവൽപ്പഴത്തിലെ ആ ഒരു കഥാനായകനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് എഴുത്തിനെ കാണുന്നത്, പരിഭാഷ നടത്തുന്നതിനെ എങ്ങനെയാണ് സോളമൻ കാണുന്നത് എന്നുള്ളതെല്ലാം അത്തരത്തിലുള്ള സാഹിത്യത്തെ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് തോന്നി. ഇത്തരത്തിൽ നല്ലൊരു വായനാനുഭവമാണ് മുഴക്കം എന്ന് പറയുന്ന കഥാസമാഹാരം.
എനിക്ക് സമ്മാനിച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ കഥകൾ വായിക്കുമ്പോൾ, കഥാസമാഹാരം വായിക്കുമ്പോൾ ഒരു കഥയിൽ നിന്ന് മറ്റൊരു കഥയിലേക്ക് പോകുമ്പോൾ പ്ലോട്ട് മാറുന്നു, അതുപോലെ കഥാപാത്രങ്ങൾ മാറുന്നു. അത്തരത്തിൽ തുടർച്ച കിട്ടായികയായിരുന്നു എന്ന് തോന്നുന്നു എന്റെ പ്രശ്നം. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ നളിനിയും ചിത്തനും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരു പരിധിവരെ എനിക്കത് അനുഭവപ്പെട്ടില്ല. എന്നാൽ വ്യത്യസ്തങ്ങളായ കഥകളാണെങ്കിൽ കൂടിയും എനിക്ക് കഥകൾ വായിച്ചപ്പോൾ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ നഷ്ടങ്ങളെ പറ്റി മെൻഷൻ ചെയ്തു പോകുന്നത് പോലെ തോന്നി. ഇപ്പം അച്ഛനെ കാണാതായ ഒരു 8 വർഷത്തെ ആ ഒരു നഷ്ടം, ഇനി ഭാഗ്യാന്വേഷിയായ ഒരു തിരക്കഥാകൃത്തിന് ഓരോ തവണയും നഷ്ടങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുന്നതിന്റെ ആ ഒരു നഷ്ടം. അതുപോലെ വനജയിൽ പറയുമ്പോൾ കുട്ടിക്കാലത്തെ സൗഹൃദ ആ ഒരു നഷ്ടം, അത്തരത്തില് നഷ്ടങ്ങളുമായിട്ട് എനിക്കൊന്ന് കണക്ട് ആയി. അങ്ങനെ ഒരു കണക്ഷൻ പോലെ തോന്നി. അപ്പോ മൊത്തത്തിൽ എനിക്ക് വളരെ നല്ലൊരു വായനാനുഭവം സമ്മാനിച്ച ഒരു പുസ്തകമാണ് മുഴക്കം എന്ന് പറയുന്നത്. അപ്പം ഏകദേശം ഇപ്പോ എന്റെ റീഡേഴ്സ് ബ്ലോക്ക് ഒക്കെ മാറി അത്യാവശ്യം ഒരു പേസിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി എത്രയും പെട്ടെന്ന് ബാക്കി കിട്ടുന്ന മുറയ്ക്ക് ഇരുട്ടിലൊരു പുണ്യാളനും അതുപോലെ തന്നെ അടിയാളപ്രേതവും എല്ലാം വായിക്കാൻ ശ്രമിക്കണം എന്നാണ് ആഗ്രഹം. ഇതുകൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി. താങ്ക് യു ഹീര, വളരെ നല്ലൊരു വായനാനുഭവം പങ്കുവച്ചതിന്. എഴുത്തനുഭവം പങ്കുവയ്ക്കുന്നതിനായി ശ്രീ PF മാത്യു സാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഞാൻ സംസാരിച്ചു തുടങ്ങാണ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിബിൾ ആണോ? അതെ അതെ, ഓഡിബിൾ ആണല്ലോ അല്ലേ? അപ്പൊ ഞാൻ ശ്രദ്ധയോടെ കേട്ടു മുഴക്കത്തിന്റെ ഒരു വിശദമായ വായന. വളരെ ശ്രദ്ധയോടെ തന്നെ ഞാൻ കേട്ടു. മിക്കവാറും എല്ലാ കഥകളും വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുകയുണ്ടായി. തീര വളരെ കൗതുകകരമായി മറ്റൊരാൾക്ക് അതിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന മട്ടിൽ വിശദീകരിക്കുകയുണ്ടായി. എൻ്റെ പക്ഷത്തു നിന്ന് പറയേണ്ടത് എഴുത്തനുഭവങ്ങളാണ് അല്ലേ? അപ്പോൾ ഞാൻ എഴുത്തനുഭവങ്ങൾ തന്നെ പറയാം എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു നോവൽ എഴുതുകയാണെങ്കിൽ നമുക്ക് അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും. ഫയർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു നിമിഷം ഉണ്ടാവും. ആ നിമിഷത്തെ കുറിച്ച് പറഞ്ഞാൽ മതി. പക്ഷെ കഥകളാവുമ്പോൾ 11 കഥകൾ ഉള്ളപ്പോൾ ഈ 11 കഥകളുടെയും അനുഭവം നമുക്ക് പറയാനാവില്ല. എന്നാലും ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം പറയാം. ഈ ഫെഡറിക്കോ ഫെല്ലിനി എന്ന ഒരു പ്രശസ്ത ചലച്ചിത്ര സംവിധായകനുണ്ട്. അദ്ദേഹത്തിന്റെ 8½ എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. വളരെ പഴയ പടമാണ്, 50കളുടെ അവസാനമായിട്ട് ചെയ്തൊരു പടമാണ്. അപ്പൊ ആ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊക്കെ ഒരു വിചാരമുണ്ട്, കഥയിലാണെങ്കിലും സിനിമയിലാണെങ്കിലും നോവലിലാണെങ്കിലും ഒരു കഥ ഉണ്ടാവണം, കഥയിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഫെല്ലിനി 8½ എന്ന് പറഞ്ഞ സിനിമ തുടങ്ങുന്നത് അദ്ദേഹത്തിന് കഥയില്ല. ക്യാമറ വന്നു കഴിഞ്ഞ്, യൂണിറ്റ് വന്നു കഴിഞ്ഞ്, അഭിനയിക്കാനുള്ള ആളുകളും ഒക്കെ വന്നു കഴിഞ്ഞു, കഥയില്ല. അപ്പോ അവിടെ നിന്നാണ് ആ സിനിമ തുടങ്ങുന്നത്. പറയാനായിട്ട് വിഷയമില്ല, പക്ഷെ എന്തെങ്കിലും പറഞ്ഞേ മതിയാകും. കാരണം അത്രയ്ക്കധികം പണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണ് 8½ സിനിമ തുടങ്ങുന്നത്. അപ്പൊ 8½ എന്ന സിനിമയുടെ സത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സിനിമയുടെ നിർമ്മാണവും സിനിമയും ഒരുമിച്ച് സംഭവിക്കുന്നു എന്നുള്ളതാണ്. മിക്കവാറും ഈ മുഴക്കത്തിന്റെ ഒരവസ്ഥ എനിക്ക് ഇങ്ങനെ ഒരു ഉദാഹരണം പറയാനാണ് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു എഴുത്തിന്റെ പിന്നിലുള്ള അധ്വാനവും, അല്ലെങ്കിൽ എങ്ങനെ എഴുത്തിലേക്ക് ഒരു എഴുത്തുകാരൻ പ്രവേശിക്കുന്നു എന്നുള്ളതും, അയാളുടെ ചില കാഴ്ചപ്പാടുകളും ദർശനങ്ങളും കൂടി എഴുത്തിനോടൊപ്പം പറഞ്ഞു പോകാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിലെ മുഴക്കം എന്ന കഥയിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് കുറെ കൂടി ഉള്ളിലേക്ക് പോകുന്ന ഒരു കഥയാണ്. അതായത് നമ്മുടെ മനുഷ്യ ജീവിതത്തിന് ഒരു അന്ത്യമുണ്ട്, അത് മരണമാണ്. ആ മരണത്തോടെ ആ ജീവിതം അവസാനിക്കുന്നു. അവിടെ മുതൽ അതിനെ വിലയിരുത്താൻ നമുക്ക് സാധിക്കും. പക്ഷെ മരണത്തിനപ്പുറത്തേക്ക് ചില ജീവിതങ്ങൾ പരിണമിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മുഴക്കത്തിലെ കഥാപാത്രം തന്നെ, അദ്ദേഹം എന്നോ മരിച്ചു കഴിഞ്ഞു എന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ വന്ന് തലമുടി വെട്ടിയെടുത്തിട്ട്
ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ കർണാടകത്തിൽ കൊണ്ടുപോയിട്ട് അത് സംസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഖനിയുടെ സ്വർണ്ണഖനിയുടെ പശ്ചാത്തലത്തിലാണ് ആ കഥാപാത്രം ജനിക്കുന്നത്. ആ സ്ഥലത്തു കൂടി നമ്മൾ നടക്കുമ്പോൾ കാലങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഞാൻ ആ വഴി പോയിട്ടുണ്ട്. കോലാർ മൈൻസിലൂടെ ഞാൻ പോയിട്ടുണ്ട്. ഇപ്പോഴല്ല, ഒരു 80കളിലോ 90കളിലോ മറ്റോ പോയത്. അപ്പോൾ അതിലൂടെ നടക്കുമ്പോൾ അവിടെയുള്ള ആള് പറയും ഇതിൻ്റെ അടിയിൽ പൊള്ളയാണ്, മുഴക്കമാണെന്ന് പറയാം. അതുപോലെ തന്നെ അന്ന് കോലാർ ഖനിയിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കുമായിരുന്നു. ലിഫ്റ്റിലൂടെ താഴേക്ക് ഇറങ്ങാൻ സാധിക്കുമായിരുന്നു. ഭൂമിയുടെ അടിയിലേക്ക് പോകാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അന്ന് പണി നടക്കുന്ന സമയമാണ്, ഖനനം നടക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓരോരുത്തർ പറഞ്ഞ അസംഖ്യം പേര് അവിടെ വീണ് അതിനകത്ത് പെട്ട് മരിച്ചു പോയിട്ടുണ്ട്. തുരങ്കം ഇടിഞ്ഞും അല്ലാതെയും അപകടങ്ങളിൽപ്പെട്ട് അസംഖ്യം പേര് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു വല്ലാത്തൊരു മുഴക്കം അനുഭവപ്പെട്ടു. ഈ മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥരാഹിത്യത്തിന്റെ, അതായത് സ്വർണം മൂല്യം കണ്ടെത്താനാ പോകുന്നത്. ജീവിക്കാനുള്ള, കൂടുതൽ നന്നായിട്ട് ജീവിക്കാനുള്ള സ്വർണം ഖനിച്ചെടുത്തിട്ട് അവന്റെ ജീവിതം തന്നെ കനപ്പെട്ടതാക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ പോവുകയും അവിടെ ചെല്ലുമ്പോൾ അവൻ ഇല്ലാതാകുകയും അവൻ വെറൊരു മുഴക്കം മാത്രമായി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥ. ആ സ്ഥലം നമ്മളെ ബോധ്യപ്പെടുത്തും. ചില സമയത്ത് നമ്മളെ ഈ സ്ഥലം തന്നെ നമ്മളെ വല്ലാതെ ബോധ്യപ്പെടുത്തുന്ന നിമിഷങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ മുഴക്കത്തിലെ കഥാപാത്രം, അദ്ദേഹത്തിന് 80 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തെ 8 വർഷം കാണാതായ അദ്ദേഹത്തെ തിരിച്ചു കിട്ടുമ്പോൾ അദ്ദേഹത്തെ മകൾ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇതിന് പശ്ചാത്തലമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഭൂതകാലത്തെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം ചെറുപ്പത്തിലെ കോലാറിൽ നിന്ന് നാട് വിട്ടു വരികയും ഒരു ഐസ് ഫാക്ടറിയിൽ ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതും ഒരു ഫ്രഞ്ചുകാരനായ ഒരു സാഹിബിന്റെ ഐസ് ഫാക്ടറിയിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പൊ ഈ പഴയ ഐസ് കമ്പനികൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, അതിനൊരു അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അതിനടിയിലാണ് മുഴുവൻ ഐസുകൾ സംഭരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഓപ്പറേറ്റർ ഇരിക്കുന്നതും ഒരു അണ്ടർഗ്രൗണ്ട് പോലൊരു സ്ഥലം. അത് ഏറെക്കുറെ ഇരുണ്ടതാണ്. ഐസ് സംഭരിക്കുന്ന സ്ഥലവും ഇരുണ്ടതാണ്. നമ്മൾ ലൈറ്റ് ഇട്ടിട്ടാണ് അതിനകത്ത് കയറുന്നത് മുഴുവൻ. അപ്പോൾ ഏറെക്കുറെ ഒരു മോർച്ചറിയുടെ ഒരവസ്ഥയാണ്. അതിനകത്ത് ഇരിക്കുന്നവർക്ക് വെളിച്ചം അസഹ്യമാണ് ഏറെക്കുറെ. അപ്പോൾ ഈ മനുഷ്യൻ, 80 വയസ്സുള്ള ഈ മനുഷ്യൻ ദീർഘകാലം അണ്ടർഗ്രൗണ്ടിൽ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. അതായത് നമ്മൾ എന്തിനാണ് ഐസ് ഉപയോഗിക്കുന്നത്? ജഡങ്ങളെ സംരക്ഷിക്കാനാണ്, ജീവനെ സംരക്ഷിക്കാനല്ല. ജീവൻ നഷ്ടപ്പെട്ടവയെ സംരക്ഷിക്കാനാണ് നമ്മൾ ഈ മഞ്ഞുകട്ട ഐസ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ കഥാപാത്രം വരുന്നത്. അദ്ദേഹം ആർക്കിടെക്റ്റായ തൻ്റെ ഭാര്യയോട് പറയുന്നത് തനിക്ക് പാരീസിലെ കാറ്റക്കോം പോലെയുള്ള ഒരു മുറി വീടിനടിയിലായിട്ട് നിർമ്മിച്ചു തരണം എന്ന് പറയുന്നത്. ഇരുട്ടാണ് അദ്ദേഹത്തിന് വേണ്ടത്. പാരീസിലെ കാറ്റക്കോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നഗരത്തിന്റെ ഒരു ഭാഗം മുഴുവൻ അണ്ടർഗ്രൗണ്ട് ടണലാണ്. ആ ടണലില് മരിച്ച മനുഷ്യരുടെ ശരീരം സംസ്കരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ മൈസൂരില് ഒരു പള്ളിയും അങ്ങനത്തെ ഒരു കാറ്റക്കോമുള്ള ഒരു പള്ളി ഞാൻ ഒരിക്കൽ സന്ദർശിക്കുന്നുണ്ടായി. അപ്പോൾ ഈ ഭൂമിയുടെ അടിയിൽ മുഴുവൻ ആത്മാക്കളുടെ ഒരു വസതി ഒരുക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ മനുഷ്യൻ തൻ്റെ ഭാര്യയോട് ആവശ്യപ്പെട്ടത് എനിക്ക് ഇരുട്ടുമുറി വേണം എന്നുള്ളതാണ്. ഒരു കാറ്റക്കോം, ഒരു ടണൽ വേണം, തന്നെ ജീവനോടെ സംസ്കരിക്കുന്ന തരത്തിലൊരു സ്ഥലം വേണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. പക്ഷേ ഭാര്യയാവട്ടെ വളരെ വെളിച്ചമുള്ളതും പ്രസാദാത്മകവുമായ ഒരു മുറി നിർമ്മിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് അത് സ്വീകാര്യമല്ല. അവിടെ അദ്ദേഹത്തിന് നിൽക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് അദ്ദേഹം ആ മുറിയിലേക്ക് കടന്നു പോലുമില്ല. അപ്പൊ അദ്ദേഹം അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. അങ്ങനെയാണ് ഒരു ദിവസം ഈ മനുഷ്യൻ അപ്രത്യക്ഷനാവുന്നത്. പിന്നീട് മകൾ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന് പഴയൊരു ജീവിതത്തിലേക്ക് അച്ഛനെ വീണ്ടെടുക്കാൻ സാധിക്കുന്നൊക്കെ മകൾ വിചാരിക്കുന്നുണ്ടെങ്കിലും ഈ വീട്ടിൽ വന്നിട്ട് ഈ മനുഷ്യൻ ഉറങ്ങുക തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഈ ജീവിതത്തിന് ഘടകവിരുദ്ധമായ ഒരു അവസ്ഥയാണ് മയക്കം എന്ന് പറയുന്നത്. എല്ലാ ഉറക്കങ്ങളും ഒരു ചെറിയ മരണമാണ്. അപ്പൊ ഇദ്ദേഹം ഉറങ്ങുക തന്നെ ചെയ്യുകയാണ്. അപ്പോ രാത്രിയായപ്പോൾ മകൾ പറയുന്നു, അദ്ദേഹത്തിന്റെ മുറിയിൽ കിടക്കാൻ പറയുന്നു. അങ്ങനെ അച്ഛന്റെ മുറിയിൽ അമ്മ കിടക്കുന്നു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ഇവർ ആ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കൂ, അത് നമ്മുടെ ആരുമല്ല എന്ന് പറയുന്നു. അച്ഛനെ എന്നല്ല പറയുന്നത്, ആ മനുഷ്യനെ എന്നല്ല പറയുന്നത്, അത് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അത്, അവിടെയാണ് ആ കഥയുടെ മർമ്മം ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പൊ ഈ ഒരു മനുഷ്യാവസ്ഥയുടെ ഏറ്റവും ദുരന്തം നിറഞ്ഞ മരണമല്ല, ഒരു മനുഷ്യാവസ്ഥയുടെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥ, അതിനും അപ്പുറം ചില അവസ്ഥകളുണ്ട് എന്നുള്ളത് ഈ മുഴക്കം, മനുഷ്യൻ വെറും മുഴക്കമായി മാറുന്ന, അത്രയ്ക്ക് അർത്ഥരഹിതമായി തീരുന്ന ഒരു ജന്മത്തെക്കുറിച്ചുള്ള ഒരു ഒരു എഴുത്താണ് ഈ മുഴക്കം എന്ന് പറഞ്ഞ കഥയിൽ വരുന്നത്. അങ്ങനെ ഒന്നോ രണ്ടോ കഥകളിലെ കൂടി ഞാൻ എഴുത്തനുഭവം വിശദീകരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനിടയിൽ ആർക്കെങ്കിലും കയറി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംസാരിക്കാം. എന്നാൽ മാത്രമല്ലേ ഇതൊരു സംവാദാത്മകമാവുകയുള്ളൂ നമ്മുടെ ചർച്ച. ഏഹ് അതല്ലേ വേണ്ടത്? അങ്ങനെയല്ലേ വേണ്ടത്? സാറ് പറഞ്ഞതിന് ശേഷം അവര് ചോദ്യങ്ങൾ ചോദിക്കും സാറേ. അപ്പൊ പറഞ്ഞതിന് ശേഷം മതി. ഓക്കെ, 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 ഓക്കെ. അപ്പൊ ഒരു രണ്ടാമത്തെ കഥയെക്കുറിച്ച് ഞാൻ പറയാം. ജീവിതം ജീവിതം എന്ന് പറയുന്നത് എന്ന കഥയെക്കുറിച്ച് കൂടി ഞാൻ സംസാരിക്കാം. അതായത് ഈ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ധാരാളം സിനിമാ സംബന്ധമായ എഴുത്തുകൾക്കായിട്ട് ചെന്നൈയിലൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഒരേ ലോഡ്ജിൽ തന്നെയാണ് സിനിമക്കാർ താമസിക്കുന്നത്. നമുക്ക് റൂം എടുത്ത് തരുന്നതൊക്കെ അവിടെ തന്നെയാണ്. എന്നും കാണുന്ന മുഖങ്ങളൊക്കെ ഏറെക്കുറെ ഒരേ തരത്തിലുള്ള ആളുകളാണ്. അപ്പൊ അന്ന് അവിടെ വെച്ച് ഞാൻ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു AVM തിയേറ്ററിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനാണ് ഇതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ആയിട്ട് വരുന്നത്. ഒപ്പം എൻ്റെ ചില അനുഭവങ്ങളും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു കഥ ഒരു ഒരു ഡയറക്ടറോട് ഒരിക്കൽ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ജോർജ് ഗിത്തുവിനോടാണെന്ന് തോന്നുന്നു. അതേ കഥ തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ കാലത്തെ ഒരു പ്രത്യേകത അതാണ്. അപ്പോൾ പിന്നീട് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ IV ശശി, ഈ അദ്ദേഹം വളരെ അവസാന കാലത്ത് അദ്ദേഹത്തിന് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത വന്നിരിക്കുന്ന ഒരു കാലമായിരുന്നു. അങ്ങനെ എന്നെ വിളിക്കുകയും കയ്യിലുള്ള ഒരു കഥ പറയുമെന്ന് പറയും. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരേ കഥ തന്നെ പല പശ്ചാത്തലത്തിൽ, ഏത് സ്ഥലം മാറും, കാലം മാറും, പക്ഷെ കഥയുടെ കോർ എലിമെന്റ് സെയിം ആയിരിക്കും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സ്ഥലവും കാലവും ചേർന്നാണ് ഒരു കഥയെ കഥയാക്കി മാറ്റുന്നത്. ഇത് മാറുമ്പോൾ കഥ മാറുന്നുണ്ട്, പക്ഷേ കേൾക്കുന്ന ആളുകൾക്ക് മുഴുവൻ ഇത് പഴയ കഥയാണെന്ന് തോന്നും. യഥാർത്ഥത്തിൽ ആ കാലവുമായിട്ട് ഇന്ററാക്ട് ചെയ്താണ് ഒരു കഥയ്ക്ക് മൂന്നാമത് ഒരു അർത്ഥവും തലവും വരുന്നത് എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അപ്പൊ അങ്ങനെ ഒരേ കഥ തന്നെ പലവട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ, അദ്ദേഹം ഒരക്ഷരം പോലും പേന കൊണ്ട് എഴുതിയിട്ടില്ല, പക്ഷെ അദ്ദേഹം 3 സിനിമകളുടെ കഥാകൃത്താണ് എന്നാണ് അതിൽ ആ കഥയിൽ പറയുന്നത്. അപ്പോൾ ഈ കോടമ്പാക്കത്ത് വെച്ച് ഞാൻ പരിചയപ്പെട്ട ആ ഒരു ടെക്നീഷ്യൻ, അദ്ദേഹം ഒരു കഥാകൃത്ത് കൂടിയാണ്. അദ്ദേഹവും പല സിനിമകൾക്കും കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ഒരേ കഥ തന്നെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തിൽ നിന്നാണ് ഈ കഥ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോ ഈ കഥ എഴുതുമ്പോൾ ആ കഥ, അയാൾ പറയുന്ന കഥയിൽ ശിവരാമൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുടെ കഥയാണ് പറയുന്നത്. അത് പല സാഹചര്യത്തിൽ പറയുന്നു. അടിയന്തരാവസ്ഥയുടെ സാഹചര്യത്തിൽ പറയുന്നുണ്ട്, പിന്നെ മറ്റൊരു സാഹചര്യത്തിൽ പറയുന്നുണ്ട്. ഒടുക്കം ഈ കഥയിൽ നടിച്ച് മടുത്ത ശിവരാമൻ എന്ന് പറഞ്ഞ കഥാപാത്രം കഥയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ കഥ പറയുന്ന കഥാപാത്രവും അതിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഒടുവിൽ അവസാനത്തെ ഊഴം വരുന്നത് ഈ എഴുത്തുകാരൻ്റെതാണ്. അയാളും ഇതിൽ നിന്ന് ഇറങ്ങിപ്പോവുക അല്ലാതെ വേറെ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥ എത്തുകയാണ്. അപ്പൊ ഈ ഒരു കഥയെ കഥാകാരന്മാർ തന്നെ, അത് വിവരിക്കുന്നുണ്ട്, ഈ നറേറ്റ് ചെയ്യുന്നവർ തന്നെ കൈവിട്ട് കളഞ്ഞുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു. അങ്ങനെയാണ് ഈ ഡോൺ കിയോട്ടയിൽ അങ്ങനെ ഒരവസ്ഥയും കണ്ടിട്ടുണ്ട്, സർവാൻഡിസിന്റെ. അതിൽ നിന്നും എഴുത്തുകാരൻ എഴുത്ത് മതിയാക്കി എഴുതി പോകുന്ന തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കഥ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, മാറ്റി പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചിന്ത അതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മലയാളത്തിൽ അതിലെ മിക്കവാറും കഥകൾ അത്യാവശ്യം നല്ല സ്വീകാര്യത ലഭിച്ചതാണെങ്കിലും നളിനി ചിത്തൻ കഥകൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്, മലയാളിയുടെ ഒരു കപട സദാചാരത്തെ പാടെ തെറ്റിച്ചുകൊണ്ടാണ് ആ കഥകൾ എഴുതപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തന്നെ അത് പറയുന്നത് ശരിയല്ല എങ്കിലും, അതായത് എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ? ഒരമ്മയും മകനും നമ്മളുടെ ഡെഫിനിഷനുകൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു സംസാര രീതിയും ഒരു റിലേഷൻഷിപ്പും ഉണ്ടായാൽ, ഇപ്പൊ ഇത് അവതരിപ്പിച്ച ഹീര പറയുകയുണ്ടായി, അത് ഈ ഇഡിപ്പൽ
അംശത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ശരിയാണ്, സോഫോക്ലീസിന്റെ ഈഡിപ്പസ് റെക്സിൽ നിന്നാണ് നമ്മൾ ഈ ഈഡിപ്പൽ കോംപ്ലക്സ് എന്ന വാക്ക് ഫ്രോയിഡ് ഉണ്ടാക്കിയത്. അതൊക്കെ ശരി തന്നെയാണ്. അപ്പോൾ ഈ വേണമെങ്കിൽ അങ്ങനെയും വ്യാഖ്യാനിക്കാം. പക്ഷേ ഈ നളിനി എന്ന് പറഞ്ഞൊരു കഥാപാത്രം എനിക്ക് എപ്പോഴും തോന്നുന്നത് നമ്മൾ ഈ ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരവസ്ഥാവിശേഷമാണെന്ന് പറയുമെങ്കിലും അതിനേക്കാളും മോഡേണിറ്റി ഉള്ള ഒരവസ്ഥയാണ് നളിനിയിൽ വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നത്. ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ആ കഥകളൊന്നും ഏറെ ചർച്ച ചെയ്യപ്പെട്ടില്ല. കാരണം നമ്മുടെ ഈ കഥകൾക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്. ഒരാദ്യം, ഒരു മദ്യം, ഒരന്ത്യം. ഒരു 3 ആക്ട് പ്ലേയുടെ പണ്ട് അരിസ്റ്റോട്ടിലൊക്കെ ഉണ്ടാക്കിയ സ്ട്രക്ചറാണ്. പലപ്പോഴും അത്തരം കഥകളാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം. കാരണം ഒരു സംഭവം തുടങ്ങുന്നു, അതിന്റെ വികാസം ഉണ്ടാകുന്നു, പിന്നെ അതിനൊരു അന്ത്യം ഉണ്ടാകുന്നു. അത്തരം സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്തിട്ട് കൊണ്ടാണ് ഈ നളിനി കഥകൾ മിക്കവാറും എഴുതപ്പെട്ടു പോയിരിക്കുന്നത്. അപ്പോൾ ഈ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നളിനി കഥകൾക്ക് വലിയ സ്വീകാര്യത കിട്ടാതിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ നളിനി കഥകളിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചതും കലയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ എഴുത്തിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും തന്നെയാണ് പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. അതിൽ ന്യൂയോർക്കിൽ വെച്ചിട്ട് ഈ ചിത്തൻ പരിചയപ്പെടുന്ന ഒരു കഥാപാത്രമുണ്ട്. ഒരു മേനോൻ സാർ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രവും മുഴക്കത്തിലെ ആ വൃദ്ധനായ മനുഷ്യനും തമ്മിൽ കുറെ സമാനതകളുണ്ട്. അപ്പൊ മേനോൻ സാർ ഇയാളെ കാണുമ്പോൾ പറയുന്നത് ന്യൂയോർക്കിൽ കാക്കകളില്ലെന്നോ അങ്ങനെ മറ്റൊരു വാചകം. അയാളുടെ ഓർമ്മ തീർത്തും നഷ്ടപ്പെട്ട അയാൾ വേറൊരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളൊരു സൂചനയാണ്. അപ്പൊ ഈ മനുഷ്യാവസ്ഥയുടെ ആ സത്ത നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് പല കഥകളും കൈകാര്യം ചെയ്യുന്നത്. പലപ്പോഴും മനുഷ്യന്റെ ഓർമ്മയാണ് സത്തയായിട്ടിരിക്കുന്നത്. ആ സത്ത നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ കുറിച്ചുള്ള അതായത് ഒരു പഴയ പോലെയുള്ള ഒരു എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫി ഈ കൈകാര്യം ചെയ്യുന്ന കഥയല്ല. മനുഷ്യാവസ്ഥയുടെ ഒരു ഏറ്റവും മൂലക്കൽ എന്ന് പറയാവുന്ന ആ ഉപ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലുള്ള ആ ഉപ്പിന്റെ അവസ്ഥ, ആ അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്നതിനെ കുറിച്ചാണ് പല കഥകളും എഴുതാൻ ശ്രമിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെയാണ് എനിക്ക് എൻ്റെ ഈ കഥയുടെ ഒരു എഴുത്തനുഭവങ്ങളെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നേ കുറച്ചുകൂടി ഒരു ചോദ്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് മറുപടി പറയാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും കൂടുതൽ നല്ലത്. വളരെ നല്ലൊരു എഴുത്തനുഭവം പങ്കുവച്ചതിന് നന്ദി സാർ. അടുത്തതായി ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. സാറിനോട് സംസാരിക്കാനുള്ള സമയമാണ്. എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുക. സർ, ആദ്യത്തെ ചോദ്യം ഞാൻ തന്നെ ചോദിക്കാം. ഇതിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ വാക്കുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് കനം, കയ്പ് എന്നൊക്കെ ഉള്ളതില്. അത് ബോധപൂർവമായിട്ട് അങ്ങനെ വന്നതാണോ അതോ എഴുതി വന്നപ്പോൾ ആ ഒരു ഇതില് ഒഴുക്കിൽ വന്നതാണോ എന്നുള്ളതൊന്ന് പറയാമോ? എൻ്റെ ഒരു അഭിപ്രായത്തില് ഈ ബോധവും അബോധവും എഴുത്തിൽ സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് അത്. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യത്തെ ഒരു എഴുത്ത് എപ്പോഴും അബോധം തന്നെയാണ്. എന്നാലും തീരെ ബോധമില്ലാണ്ട് ഒരാൾക്ക് കഥയൊന്നും എഴുതാനൊന്നും പറ്റില്ല കേട്ടോ. അതായത് നമുക്ക് ഒരു നൈസർഗികതയ്ക്ക് നമ്മൾ കുറെ വിട്ടുകൊടുക്കുന്നുണ്ട്. നാച്ചുറലായിട്ട് എന്താണ് വരുന്നത് എന്നുള്ള ഒരു, പക്ഷെ പിന്നീട് അതിൽ ഒത്തിരി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരു കഥയിൽ ഞാൻ അസംഖ്യം പല പരിവൃത്തി അതിൽ ഈ പണിയെടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു വർഷമൊക്കെ ചിലപ്പോൾ ഒരു കഥയിലൊക്കെ ഇരുന്ന് പണിയെടുക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. ഈ ചില കഥകൾ മാത്രം എഴുതി കഴിഞ്ഞപ്പോൾ തീർന്നു, ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നൽ. അങ്ങനെ വളരെ അപൂർവം ആയിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ തലക്കെട്ടുകൾ പലപ്പോഴും ആദ്യം ഇട്ടത് പിന്നെ മാറ്റി രണ്ടാമത് ഇടുകയാണ് പതിവ്. അപ്പോൾ ആ കഥകൾക്ക് മിക്കവാറും ഒരേപോലെയുള്ള തലക്കെട്ടുകളാണ് ആ ചിത്തൻ നളിനി കഥകൾക്ക് വന്നത്. പക്ഷെ ഏതോ ഒരു കഥയ്ക്ക് മാത്രം വെളുത്ത നിറമുള്ള രാത്രി അങ്ങനെ എന്തോ ഒരു അങ്ങനെ 1-2 കഥയ്ക്ക് വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. വളരെ ബോധപൂർവം തന്നെയാണ് അവസാനം അതിന്റെ തലക്കെട്ടിലേക്ക് വരുന്നത്. പിന്നെ ഒരു ചോദ്യം കൂടെ സാർ. ഇപ്പം നളിനി ചിത്തൻ കഥകൾക്ക് അധികം സ്വീകാര്യത ലഭിച്ചില്ല എന്ന് പറഞ്ഞല്ലോ.
അപ്പോൾ നേരത്തെ പറഞ്ഞു ജീവിതം ജീവിതം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു കഥാകൃത്തിനെ കണ്ടുമുട്ടിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണെന്ന്. അതുപോലെ മുഴക്കത്തെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു കോലാർ ഖനികളിലൂടെ യാത്ര ചെയ്യാനുള്ള അവസരത്തിലാണ് അതിന്റെ ഒരു ത്രെഡ് കിട്ടുന്നതെന്ന്. അപ്പോൾ നളിനി ചിത്തൻ കഥകളുടെ ഒരു ത്രെഡ് അതെവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളതൊന്ന് പറയാമോ? നളിനി ചിത്തൻ കഥകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാകുന്നത് യാസുജിറോ ഒസു എന്ന ജാപ്പനീസ് സംവിധായകനുണ്ട്. പഴയ സംവിധായകനാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് അദ്ദേഹം കൂടുതൽ സിനിമകളും എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിനകത്ത് ആമുഖമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന് ലേറ്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു. പലവട്ടം കണ്ടിട്ടുണ്ട്. ഒരിക്കൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു ഷോട്ട്, അത് ആ കഥയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫ്ലവർ വേസ് കാണിക്കുന്ന ഒരു പോർസലൈൻ പൂപാത്രം ഇതിലേക്ക് ക്യാമറ ഇങ്ങനെ ഏതാനും സെക്കൻഡുകൾ, എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റോളം ഉണ്ടെന്ന് തോന്നുന്നു, അതിങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. ഈ പോർസലൈൻ പൂപാത്രം അതൊരു മെഡിറ്റേറ്റീവ് ഡിവൈസ് ആയിട്ട് മാറുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ക്യാരക്ടറിന്റെ സ്വഭാവം തന്നെ, അവരുടെ തീരുമാനം തന്നെ മാറിപ്പോവുകയാണ്. അപ്പോ ആ ഒരു കാഴ്ച, ഒരു കാഴ്ചയിൽ നിന്ന് കനമില്ലാത്തൊരു കാഴ്ച, ആ കനമില്ലാത്തൊരു കാഴ്ച മനുഷ്യന്റെ തീരുമാനത്തെ മാറ്റിമറിക്കാനായിട്ട് പ്രേരകമാവുന്നു എന്നുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് ഞാൻ ധാരാളം ചിന്തിച്ചു. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു തുടക്കം. അവിടെ നിന്നാണ് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് അവിടെ നിന്നാണെങ്കിലും പിന്നീട് എനിക്ക് പരിചയമുള്ള ഒരു കഥാപാത്രത്തിലേക്ക് അത് സന്നിവേശിപ്പിക്കുകയാണ് ചെയ്തത്. അതായത് ചില ലക്ഷണങ്ങളൊക്കെ ഉള്ള എനിക്കൊരു കഥാപാത്രത്തെ അറിയാമായിരുന്നു. അപ്പോൾ ആ സ്ത്രീയാണെങ്കിൽ ഇങ്ങനെ ധാരാളം പേരെ ഈ മനസ്സാൽ ഇഷ്ടപ്പെടുകയും അവരോടൊക്കെ ബന്ധം പുലർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീ കഥാപാത്രവും. അവർക്കൊരു മകനെ ഞാൻ ക്രിയേറ്റ് ചെയ്യായിരുന്നു. അത് അമ്മയും മകനും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ സംഭവിച്ചാൽ സാധാരണഗതിയിൽ മലയാളി വീടുകളിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു വിനിമയം സംഭവിച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്നൊരു കൗതുകത്തിന് ഞാൻ ആലോചിക്കുകയും, അപ്പൊ അവര് തമ്മിലുള്ള രണ്ട് ദർശനങ്ങളുള്ളതാണ്. ലോകദർശനവും രണ്ട് തരത്തിലാണ്. അവരുടെ ഈ എന്താ പറയുന്നത് ആശയതലങ്ങളും വളരെ വ്യത്യസ്തമാണ്. ഇത് തമ്മിലുള്ള ഒരു നല്ലൊരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചർച്ച നമുക്ക് കിട്ടുകയില്ലേ? മാത്രമല്ല ജീവിതത്തെക്കുറിച്ച് ചില കണ്ടെത്തലുകൾ അതിലൂടെ സാധിക്കില്ലേ? അപ്പോൾ ഓരോ കഥയും എനിക്ക് തോന്നുന്നു ജീവിതത്തെക്കുറിച്ചുള്ള ചില കണ്ടെത്തലുകൾ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് ആ കഥ സ്വയം വെളിപ്പെടുത്തിയില്ലെങ്കിൽ ആ കഥ ആഴമില്ലാതെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ ആ കഥ മുഴുവൻ മനസ്സിലായി കഴിഞ്ഞാൽ ആ കഥ പിന്നെ പ്രസക്തിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഒരു കഥയുടെ സംഭവം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഥ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആ കഥയ്ക്ക് വലിയ കാര്യമില്ല എന്നാണ് എൻ്റെ എന്നത്തെയും ഒരു വിശ്വാസം. ഒരു കഥ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ്. അവിടെ നിന്ന് അയാൾക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. ആ ടെക്സ്റ്റിനെ പലതരത്തിൽ അയാൾക്ക് വികസിപ്പിക്കാൻ സാധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ ആ കഥ നളിനി ചിത്തൻ കഥകൾ എഴുതുമ്പോൾ അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു എന്നുള്ളത് സത്യം. നമസ്കാരം സാർ. പറഞ്ഞോട്ടെ, കേൾക്കണില്ലേ? കേൾക്കാം. സാറ് ഇന്ന് സാറിന്റെ കൃതിയാണ് നിരൂപണം ചെയ്യണേന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ ഇങ്ങനെ ചർച്ച ചെയ്തായിരുന്നു. അപ്പൊ സാറ് എന്താണ് പറയാ, കഥ എഴുതിയിട്ടുണ്ട്, നോവലുകൾ, തിരക്കഥ, അങ്ങനെ പല മേഖലകളിലാണ് സാറിന്റെ കൃതികൾ കാണുന്നത്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, സാർ തന്നെ രചിച്ച കൃതികളിൽ സാറിന് ഏറ്റവും എന്താ പറയാ മനസ്സിൽ സ്പർശിച്ച കൃതി ഏതാണെന്നൊന്ന് പറയാമോ? അതുപോലെ തന്നെ അതിന് പിന്നിലുള്ള കാരണവും കൂടി പറയാൻ പറ്റുമോ? നമുക്ക് ഒരു കൃതിയായിട്ട് പറയാൻ പറ്റില്ല അത്. കാരണം നമ്മുടെ ഒരു ആത്മാംശം എല്ലാത്തിലും ഉണ്ടല്ലോ. അതായത് ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നും മുഴക്കം എന്ന് പറഞ്ഞ കഥാസമാഹാരം എനിക്ക് ഏറ്റവും മനസ്സടുപ്പമുള്ളതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ അവസാനം എഴുതിയ കാണായ്മ എന്ന് പറഞ്ഞ നോവൽ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ചാവുനിലമാണ് ശരിക്കും പറഞ്ഞെങ്കിൽ എന്നെ ആദ്യമായിട്ട് ആവിഷ്കരിക്കാൻ എന്നെ സഹായിച്ചൊരു നോവൽ അതാണ്. എന്നെ തന്നെ എൻ്റെ ഉള്ളിലുള്ള ഒരു എന്താ പറയുക കന്മഷം മുഴുവൻ ഇറക്കി വെക്കാനും ഒക്കെ സാധിച്ചത് ചാവുനിലത്തിലൂടെയാണ്. അപ്പൊ ഇരുട്ടിലെ ഒരു പുണ്യാളനിലൂടെയാണ് ഞാൻ ഒരുപാട് എൻ്റെ ഈ ഭാവനയെ അതിരുവിട്ട രീതിയിൽ സഞ്ചരിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ ഈ ഇരുട്ടിലൊരു പുണ്യാളനാണ്. അതുപോലെ തന്നെയാണ് അടിയാളപ്പെടുന്നത്. അപ്പൊ ഞാൻ എന്ത് പറയും? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതി ഇന്നതാണെന്ന് എനിക്ക് പറയാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. അത് മിക്കവാറും എഴുത്തുകാർക്ക് അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതായാലും അങ്ങനെയാണ്.
എനിക്ക് ഈ ഒരു കൃതി ഇഷ്ടമാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഇതുവരെ എന്താ പറയുക 3 4 സിനിമകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏത് സിനിമയാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയാൻ സാധിക്കും. അത് ഈമായവ് എന്ന് പറഞ്ഞ സിനിമയാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഓക്കെ സാർ, താങ്ക് യു. വെൽക്കം. സാറേ, ഇതിനോട് ചേർത്തൊരു ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ. ഹിര വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചപ്പോ ഞാനിങ്ങനെ സാറിന്റെ കഥകളൊക്കെ നോക്കിയപ്പോഴേ കൂടുതലും കൊച്ചി തീരത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണല്ലോ കൂടുതലും വരുന്നത്. കൊച്ചി, മട്ടാഞ്ചേരി, ജൂതത്തെരുവ്, തെക്കിൻ, പിന്നെ ഒരു താന്തോന്നി തുരുത്ത് എന്ന് പറഞ്ഞൊരു തുരുത്തുണ്ടല്ലോ ഇവിടെ കൊച്ചിയുടെ നടുക്കായിട്ട്. അപ്പോ സാറ് അവസാനം ഇപ്പൊ ഈ പറഞ്ഞ കാണായ്മ, അതിൽ ഈ തുരുത്തിൽ നിന്ന് അപ്രത്യക്ഷരാവുന്ന ആ, പെട്ടെന്ന് തന്നെ മാഞ്ഞു പോകുന്ന ആളുകളെ കുറിച്ചിട്ടും അതൊക്കെ ഇല്ലേ. അപ്പൊ അതിന്റെ ഒരു ആ എഴുത്തിന്റെ ഒരു ആ, ആ, തെരഞ്ഞെടുപ്പ് ഇപ്പോ കൊച്ചി എത്രമാത്രം സാറിന്റെ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? എന്നെ കൊച്ചി. സംബന്ധി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുത്തിന്റെ സാഹിത്യത്തിന്റെ സത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സത്യസന്ധമായിട്ട് ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. വ്യത്യസ്തമാകാൻ വേണ്ടിയിട്ട് ഞാൻ വ്യത്യസ്തതയിലേക്ക് പോവില്ല. അങ്ങനെ പോവരുതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളുമാണ് ഞാൻ. എന്താണ് എന്നിലൂടെ എഴുതപ്പെടുന്നത്, എൻ്റെ സ്ഥലവും സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും നമ്മൾ ജീവിക്കുന്ന സ്ഥലവും നമ്മൾ ജീവിച്ച കാലവും നമ്മളെല്ലാവരും സ്വാധീനിക്കുന്നുള്ളത് യാതൊരു സംശയമില്ല. ഇപ്പോൾ വിശ്വപ്രശസ്തനും പ്രതിഭാശാലിയുമായ ജെയിംസ് ജോയ്സ് ഡബ്ലിൻ നഗരത്തെക്കുറിച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ പലപ്പോഴും എൻ്റെ അടുത്ത് ആളുകൾ ചോദിക്കും എന്തുകൊണ്ട് കൊച്ചി എന്ന് ചോദിക്കുമ്പോഴേക്കും ഇത്രയും വലിയ ജെയിംസ് ജോയ്സിന് ഡബ്ലിൻ മാത്രമേ ഉള്ളൂ, പിന്നെ എന്തുകൊണ്ട് എന്നെ പോലുള്ള ഒരു നിസാരന് ഈ കൊച്ചിയിൽ മാത്രം ഒതുങ്ങിക്കൂടാ? അത് മാത്രമല്ല, അത് ഈ കൊച്ചി അത്രയ്ക്ക് സമ്പന്നമാണ്. അതായത് 3 സാമ്രാജ്യങ്ങൾ കടന്നുപോയ സ്ഥലമാണ്. അത്രയ്ക്കധികം സംസ്കാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതിനി കണ്ടെടുക്കാൻ ഒരുപാട് സാധ്യതകളുള്ള ഒരിടമാണ് കൊച്ചി. എനിക്ക് തോന്നുന്നു എന്നെ പോലുള്ള എഴുത്തുകാർ പലപ്പോഴും അത് പ്രോപ്പറായിട്ട് ഖനനം ചെയ്തിട്ടില്ല, കണ്ടെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇനിയും ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് കൊച്ചി. യഥാർത്ഥത്തിൽ ഞാൻ ഈ കാണായ്മ എഴുതിയപ്പോൾ ഈ നമ്മുടെ കൊല്ലത്തിനടുത്തുള്ള ഒരു തുരുത്തുണ്ടല്ലോ, എന്താ അതിന്റെ പേര്, വെള്ളത്തിലെയും മൺട്രോ ആഴ്ന്നുകൊണ്ടിരിക്കുന്നത്, മൺട്രോ തുരുത്ത്. മൺട്രോത്തുരുത്ത്. മൺട്രോത്തുരുത്ത് മാതൃകയാക്കണമെന്നും അവിടെ പോയി നിന്ന് പഠിച്ച് അതിന്റെ ഭൂപ്രകൃതി പഠിച്ചിട്ട് വേണം അത് എഴുതണം എന്നൊക്കെ ആദ്യം ഞാൻ ആലോചിക്കുകയുണ്ടായി. അപ്പോ അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് തലയിലേക്ക് വെച്ചു, അതായത് ഒരു മൺട്രോത്തുരുത്ത് എന്ന് പറഞ്ഞ ഒരു തുരുത്തിലേക്ക് ഇത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിധി നിശ്ചയിക്കലായി പോകും എന്ന് എനിക്ക് തോന്നിയത്. ഒരു തുരുത്ത് എന്ന് പറയുമ്പോഴേക്കും അതിന് വേറൊരു അവസ്ഥയുണ്ട്, ഡയമെൻഷൻ ഉണ്ട്. ഒരു ഐലൻഡ് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു ഡയമെൻഷൻ ഉണ്ട്. അതായത് അത് കരയിലേക്ക് ഇന്ന് വിട്ട് അതിന്റെ മധ്യഭാഗത്തായിട്ടോ മറ്റോ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. മാഞ്ഞുകൊണ്ടിരിക്കുന്ന തുരുത്തും അതിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരും എന്നുള്ള ഒരു ആശയമാണ് എൻ്റെ ഉള്ളിലേക്ക് വന്നത്. അതിന് ഇന്നൊരു സ്ഥലം തന്നെ വേണം എന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പരിമിതപ്പെട്ടു പോകും എന്ന് തോന്നിയിട്ടാണ് പിന്നെ അങ്ങനെ എഴുതാൻ തുടങ്ങിയത്. പിന്നീട് സ്വാഭാവികമായിട്ട് ഒരു കൊച്ചി പശ്ചാത്തലം കയറി വരികയാണ് പിന്നീട് അത് ചെയ്തത്. അതായത് കൊച്ചിയിലെ പല കാര്യങ്ങളും, കൊച്ചിയിലെ ചില എഴുത്തുകാരും കൊച്ചിയിലെ ഒരു ദിനപത്രവും പിന്നെ അന്നത്തെ കാലത്തെ 70കളിലെ 80കളിലെ പത്രപ്രവർത്തനം, ഇതെല്ലാം അതിന്റെ ചരിത്രവും ഒക്കെ കടന്നു വന്നത്. അപ്പൊ ഇപ്പോഴും ശരിക്കും അടയാളപ്പെട്ടു വന്നിരിക്കുന്ന ഒരു പക്ഷേ ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു കൊച്ചി നോവൽ എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ പ്രദേശം മാത്രമേ കൊച്ചിയായിട്ടുള്ളൂ. ബാക്കി അതിലെ പറയുന്ന കാര്യങ്ങളെല്ലാം വേറൊരു തലത്തിലാണ് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സർ. വെൽക്കം. മറ്റുള്ളവർക്കും ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. മതി സാറേ, എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ സാറിന്റെ റൂമിന്റെ ഫോട്ടോ നോക്കുമ്പോഴേ അതിനകത്തൊരു വിശ്വസാഹിത്യകാരന്റെ ഒരു ഫോട്ടോ കാണുന്നുണ്ട്. ദസ്തേവ്സ്കി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ഫോട്ടോ അവിടെ ഇട്ടിരിക്കുന്നത് മതി സാർ ഏറ്റവും ആരാധിക്കുന്ന ഒരു ലോക സാഹിത്യകാരൻ എന്നുള്ള നിലയ്ക്കാണോ, അതോ സാറിന്റെ കാഴ്ചപ്പാടുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കാണോ? എന്റെ ദസ്തയേവ്സ്കിയുടെ ചിത്രമാണത്. എൻ്റെ ഒരു സുഹൃത്ത് വരച്ച പെയിന്റിംഗ് ആണത്. സുധി അന്ന എന്ന് പറഞ്ഞൊരു സുഹൃത്ത് വരച്ച പെയിന്റിംഗ് ആണത്. അപ്പോ അദ്ദേഹം എന്നെ അറിയാവുന്നതുകൊണ്ട് എനിക്കത് വരച്ചു തന്നതാണത്. പിന്നെ അദ്ദേഹത്തിന്റെ ദർശനവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. കാരണം അദ്ദേഹം ഒരു വിശ്വസാഹിത്യകാരനാണ്, ജീനിയസ് ആണ്.
നമ്മൾ വളരെ നിസ്സാരനായ ഒരു എഴുത്തുകാരൻ, വായിച്ച് അതിന്റെ ഒരു പ്രതിഫലനം ഉൾക്കൊള്ളാനൊക്കെ ശ്രമിക്കുന്നു എന്നുള്ളത്. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരൻ തന്നെയാണ് ഇപ്പോഴും ദസ്തയേവ്സ്കി എന്ന് പറയാൻ എനിക്ക് അഭിമാനവും സന്തോഷവും ഒക്കെ ഉള്ളത്. താങ്ക് യു. അതൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്. സന്തോഷം. സാറേ നമസ്കാരം. ഞാൻ തലശ്ശേരിയിൽ നിന്നാണ്. സാറിനെ അറിയാം, കണ്ടിട്ടുണ്ട്. ഞാനിപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്ന 13 കാക്കകളുടെ ഉപമ എന്ന് പറഞ്ഞ കഥാസമാഹാരം. കടൽക്കാക്കകളുടെ ഉപമ. അതെ, അത് ആ സമാഹാരത്തില് പിന്നെ ട്രെയിനിൽ നിന്ന് മരിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടല്ലോ. അത് എങ്ങനെയാണ്, നിങ്ങളെ എന്തെങ്കിലും ആത്മാനുഭവം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. സത്യമാണ്, ഒരു ജീവിതാനുഭവം തന്നെയാണ്. 93-ല് പുത്രൻ എന്നൊരു സിനിമ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന നേരത്ത് അതിനകത്ത് എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ കഥയിൽ അത് വന്നു. പുത്രൻ എന്ന് പറഞ്ഞ സിനിമ, അത് ബിജു മേനോൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. അയാളുടെ ഫസ്റ്റ് അപ്പിയറൻസ് അതിലാണ്. അപ്പൊ അത് ഷൂട്ടിംഗ് കഴിഞ്ഞ് എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊന്ന് അതിൻ്റെ ഒരു ഫസ്റ്റ് കോപ്പി കാണാനായിട്ട് ചെന്നൈയിലേക്ക് പോയി. ചെന്നൈയിൽ നിന്ന് ഞാൻ തിരിച്ചു വരുമ്പോഴാണ് ആ സംഭവം ഉണ്ടാവുന്നത്. ആ കഥയിൽ വിവരിക്കുന്ന സംഭവം എക്സാക്റ്റ് അവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. അതായത് കാട്ട്പാടിയിൽ എത്തിയപ്പോഴേക്കും ഒരു മനുഷ്യൻ അതിനകത്തേക്ക് കയറി വന്നു, വണ്ടിയിലേക്ക് കയറി വന്നു. വല്ലാതെ വിളറി ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്ന പോലുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് നേരെ എനിക്കന്ന് താഴത്തെ സീറ്റാണ് കിട്ടിയിരുന്നത്, കിടക്കാനും ഒക്കെ ഉള്ള. അയാൾ അവിടെ വന്നങ്ങോട്ട് ഇരുന്നു. അപ്പൊ കൂടെ വന്ന ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഒന്ന് മാറിക്കൊടുക്കണം, രോഗിയാണ്, ബ്ലഡ് ക്യാൻസർ രോഗിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് മേലേക്ക് പോയി. പുള്ളി അവിടെ കിടന്നു. എനിക്ക് ഈ തീവണ്ടി യാത്ര എനിക്ക് ഉറക്കം തരാത്തൊരു പരിപാടിയാണ്. ഞാനിങ്ങനെ കിടക്കുകയാണ്. എല്ലാവരും ഉറങ്ങി. പാതിരാവായപ്പോഴേക്കും ഞാൻ കിടക്കേണ്ട സ്ഥലത്ത് കിടന്ന് ആ മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ വിശദമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. 2 കഥയുണ്ട്. 93-ലെ രാത്രി എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. വേറൊരു കഥയും കൂടിയുണ്ട്. എൻ്റെ പേര് ഞാൻ പറയാം. അപ്പോൾ ഇതില് ഈ മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. അതെങ്ങനെ ഞാൻ പതുക്കെ എണീറ്റിരുന്നു. മെല്ലെ ഇയാള് മരിച്ചു. ആളുകളൊക്കെ എണീറ്റ് വന്നു, ചുറ്റും കൂടി. അപ്പൊ ഈ തീവണ്ടിയുടെ ആ ബോഗിയുടെ സ്വഭാവം അങ്ങോട്ട് മാറി. എല്ലാവരും ഒരു മരിച്ച വീട്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും പൊതുവെ മരണം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് താല്പര്യമില്ല. അവിടെ നിന്ന് ഇവിടെ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടുക എന്നുള്ള ഒരു അവസ്ഥ മനുഷ്യർക്ക് പൊതുവെ ഉണ്ട്. അപ്പോൾ അത് തന്നെ അവിടെ സംഭവിച്ചു. ഒരു ഡോക്ടറൊക്കെ ഉണ്ടായിരുന്നു ആ വണ്ടിയിൽ. എന്നാലും പറഞ്ഞു, ഈ വണ്ടിയിൽ ബോഡിയും കൊണ്ട് പോകാൻ പറ്റില്ല, നിങ്ങൾ പുറത്തിറങ്ങണം എന്നാവശ്യപ്പെട്ടു. കൂടെ വന്ന സഹായി യാചിച്ചു, എല്ലാവരുടെയും കാല് പിടിച്ചു. ഞാൻ എന്ത് ചെയ്യാനാണ്, ഇടയ്ക്ക് എവിടെയെങ്കിലും ഇറക്കുക. ആരും സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അവിടെയാണ് ആ മനുഷ്യന്റെ ആ ഒരു അവസ്ഥ ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അതിനെ ഭയങ്കര ക്രൂരമാണത്. ഒടുക്കം ഏതോ ഒരു ചെറിയ സ്റ്റേഷനിൽ ഈ ബോഡി എല്ലാവരും കൂടി താങ്ങി പിടിച്ച് അത് കളയണത്. നമ്മളുടെ ശല്യം എടുത്ത് മാറ്റുകയാണ്, എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ ഒരു സിമന്റ് ബെഞ്ചിൽ കൊണ്ടുപോയി ശരീരം അങ്ങോട്ട് വെക്കുകയല്ല, ഇടുകയാണ് ചെയ്യുന്നത്. കാരണം വണ്ടി അപ്പോഴും വിട്ടു, ചൂളം വിളിച്ചു വണ്ടി വിട്ടു. അവിടെ നിർത്തേണ്ട സ്റ്റോപ്പൊന്നും അല്ലായിരുന്നു. അവിടെ കൊണ്ട് ഇട്ടിട്ട് എല്ലാവരും തിരിച്ചു ഓടി തീവണ്ടിയിലേക്ക്. അത് വല്ലാത്തൊരവസ്ഥയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് എത്രയോ കാലം കഴിഞ്ഞാണ് ഞാൻ ആ 93-ലെ രാത്രി എന്ന് പറഞ്ഞ കഥ എഴുതിയതെന്ന് അതിങ്ങനെ ഉള്ളിൽ കിടക്കുകയായിരുന്നു. അപ്പം മിക്കവാറും നമുക്ക് അനുഭവങ്ങൾ അതേപടി ആയിരിക്കില്ലല്ലോ, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിരിക്കില്ല. അതിങ്ങനെ പരുവപ്പെട്ട് മറ്റൊരു രൂപത്തിലായിട്ടാണ് കഥയായിട്ട് മാറി. അങ്ങനെയാണ് ആ കഥ ഉണ്ടാകുന്നത്. സാർ അത് വായിച്ചപ്പോ തോന്നി എനിക്ക് അത് വല്ലാണ്ട് സാറിന് ഹോണ്ട് ചെയ്തൊരു വിഷയമാണെന്ന്. അതെ 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 അതെ. ഹായ് സാർ, നമസ്കാരം. നമസ്കാരം. സാർ ഇപ്പോൾ റൈറ്റിങ്ങിന്റെ ഒരു 3 ആക്ട് സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. പിന്നെ നൈസർഗികമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഓസുവിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, സാർ ഇപ്പോൾ സാറിൻ്റെ ഒരു റൈറ്റിംഗ് പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു കൺസെപ്റ്റ് കിട്ടുന്നു. ആ കൺസെപ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ സാർ അതിനൊരു സ്റ്റാർട്ട്, ഒരു മിഡ്, ഒരു എൻഡ് ഒക്കെ സൃഷ്ടിച്ച ശേഷം ഇപ്പോൾ ഒരു നോവലാണെങ്കിൽ അതിനൊരു 1 ലൈൻ പോലെ, ഓരോ അധ്യായത്തിനും ഒരു 1 ലൈൻ പോലെ സ്റ്റാർട്ട് ടു എൻഡ് എഴുതി വെച്ചതിന് ശേഷമാണോ ഒരു ഡീറ്റെയിൽ റൈറ്റിങ്ങിലേക്ക് കടക്കുന്നത്? സോ ഇപ്പോൾ സാറ് ഡ്രാഫ്റ്റായിട്ട് എഴുതുന്നതിനെ കുറിച്ച് പറഞ്ഞു, പല ഡ്രാഫ്റ്റുകൾ പലതവണ മാറ്റി എഴുതാറുണ്ടെന്നും പറഞ്ഞു. അതോ അല്ലാതെ ഒരു കൺസെപ്റ്റ് കിട്ടിയതിന് ശേഷം ആ കൺസെപ്റ്റ് അങ്ങനെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിട്ട് അത് എങ്ങനെ പോകുന്നോ ആ രീതിയിലോട്ട്
അങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ച് എഴുതുകയാണോ ചെയ്യുന്നത്? സോ സാറിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് എന്ന് ഒന്ന് പറഞ്ഞു. എൻ്റെ ഒരു പ്രോസസ്സ് ഞാൻ പറയാതെ, അതായത് ഒരു നോവല് എന്നിലൂടെ എഴുതപ്പെടുന്നു എന്നേ ഞാൻ പറയാറുള്ളൂ. കാരണം ഞാൻ അത് പ്ലാൻ ചെയ്ത് എഴുതുന്നു എന്ന് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റില്ല. കാരണം ഇപ്പോ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ മുഴക്കത്തിലെ പല കഥകളും ആ കോവിഡ് കാലത്ത് എഴുതിയതാണ്. അതുപോലെ തന്നെ കോവിഡ് കാലത്ത് പൂർത്തിയാക്കിയ ഒരു നോവലുണ്ട്, കടലിന്റെ മണം എന്ന് പറഞ്ഞൊരു നോവല്. ഞാൻ കോവിഡ് കാലത്തിരുന്നാണ് പൂർത്തിയാക്കിയത്. പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് പൂർത്തിയാക്കിയത്. അതായത് അതിനും 10 വർഷം മുമ്പ് ചാവുനിലം എഴുതിയതിന് ശേഷം തൊട്ടു പിന്നാലെ അതിൽ നിന്നും പാടെ വ്യത്യസ്തമായ ഒരു നോവൽ എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കടലിന്റെ മണത്തിന്റെ ആദ്യത്തെ ഡ്രാഫ്റ്റ് ഞാൻ എഴുതുന്നത്. അപ്പോഴും ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എൻ്റെ തുടക്കം എന്തായിരിക്കും, എൻഡിൽ എന്തായിരിക്കും, മധ്യത്തിൽ എന്തായിരിക്കും, ഒന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ എഴുതി പോകാറാവുന്നത്. അതായത് എനിക്ക് ഈ എന്താ പറയുന്നത്, ഈ പലപ്പോഴും എഴുത്തിലൂടെയാണ് എനിക്ക് ഒരു ഫോക്കസ് കിട്ടുന്നത്, ഒരു മെഡിറ്റേഷൻ കിട്ടുന്നത് എഴുത്തിലൂടെ തന്നെ. അതല്ലെങ്കിൽ ഞാൻ വളരെ ശിഥിലമായ, അത്ര സുഖമില്ലാത്ത ഒരാളാണ്. ഇങ്ങനെ എനിക്ക് ഞാൻ കംഫർട്ടബിൾ അല്ല. പക്ഷെ എഴുതുമ്പോൾ എനിക്ക് ആ ഒരു മെഡിറ്റേറ്റീവ് അനുഭവം കിട്ടാറുണ്ട്. അപ്പൊ എന്ന് വെച്ച് എപ്പോഴും കയറി എഴുതാനും പറ്റില്ല മെഡിറ്റേറ്റീവ് അനുഭവത്തിൽ. അപ്പൊ ഞാൻ അങ്ങനെ എഴുതി പോവുകയാണ് ചെയ്തത്. അങ്ങനെ എഴുതി പോയി. കടലിന്റെ മണത്തിന്റെ ആദ്യത്തെ ഡ്രാഫ്റ്റ് 10-12 വർഷം, ഇപ്പൊ നോക്കുമ്പോൾ ഒരു 10-15 വർഷം ആയിട്ടുണ്ട്. അന്ന് എഴുതി തീർന്നിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയത്. മാത്രമല്ല എൻ്റെ പല സുഹൃത്തുക്കൾക്കും ഞാൻ വായിക്കാൻ കൊടുക്കും. അപ്പൊ അവര് പറഞ്ഞത് അത് കൊള്ളില്ല, അത് ചാവുന്നല്ലോ എഴുതിയ ഒരാൾ രണ്ടാമത്തെ നോവലായിട്ട് ഇത് അച്ചടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കും ഇഷ്ടമാവണില്ല. അപ്പൊ ഞാനത് അവിടെ വച്ച് കാലങ്ങൾ കഴിഞ്ഞു. പിന്നെ ഈ കോവിഡിന്റെ സമയത്ത് എനിക്ക് എന്തെങ്കിലും എഴുതാതെ പറ്റില്ല. അതായത് ഉറക്കമില്ല രാത്രി. നിങ്ങൾക്ക് പലർക്കും ഉള്ള അനുഭവമാണ് ആ കോവിഡിന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും വലിയ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന, ക്ലാസിക്സ് ഒക്കെ വായിച്ചത് ആ കാലത്താണ്. അപ്പൊ എനിക്കും അതേ അവസ്ഥ തന്നെ. രാത്രി ഉറക്കമില്ലാണ്ട് ഇങ്ങനെ വായിച്ച് വായന മാത്രം പോരാന്നുള്ളൊരു അവസ്ഥ വന്നു. അങ്ങനെ ഞാൻ ഇതെടുക്കണം. അന്ന് കയ്യക്ഷരത്തിലാണ് എഴുതിയിരുന്നത് ആദ്യത്തെ ഡ്രാഫ്റ്റ്. അതെടുത്തിട്ട് പിന്നെ ആ സമയത്ത് കോവിഡിന്റെ സമയത്ത് ഞാൻ ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പൊ ഞാനിത് വെറുതെ ഒരു കൗതുകത്തിന് ആദ്യം മുതൽ ടൈപ്പ് ചെയ്യാൻ തുടങ്ങും. അതായത് ആദ്യം എഴുതിയ പോലെ ആകാനേ പാടില്ല എന്നുള്ള മട്ടാണ് എഴുതുന്നത്. അതിങ്ങനെ വെച്ചിട്ട് എഴുതുന്നു. ഓരോ ദിവസവും ഓരോന്നാണ് എഴുതിയത്. ഇന്നലെ എഴുതിയത് നാളെ എന്നെ നയിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ എനിക്ക് മുന്നിൽ എന്താണെന്ന് അറിയില്ല. മിക്കവാറും ആരാണ്, തോമസ് പിഞ്ചനോ അങ്ങനെ ആരോ പറഞ്ഞു, അതായത് നോവൽ എഴുതുമ്പോൾ നമുക്ക് അങ്ങേ അറ്റം വരെ കാണാൻ പറ്റില്ല, ഡ്രൈവ് ചെയ്യുന്ന പോലെയാണെന്ന് പറയും. അതായത് ഹെഡ്ലൈറ്റ് അടിക്കുമ്പോൾ മുന്നിലുള്ള കുറച്ച് വഴി കാണും, അതിലൂടെ നമ്മൾ പോകും, പിന്നെയും കുറച്ച് വഴി കാണും. ഏതാണ്ട് അതുപോലെയാണ് എൻ്റെ എഴുത്ത്. ഈ അങ്ങനെ മുന്നിൽ കാണുന്ന വെളിച്ചത്തിലൂടെ പോയി അവസാനം ഒരിടത്ത് എത്തിച്ചേരുന്നതാണ്. അപ്പൊ ഈ കടലിന്റെ മണത്തിന്റെ തുടക്കം, ഒരു മനുഷ്യൻ, സച്ചിദാനന്ദൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഒരു ഹോട്ടലിൽ വന്ന്, ഒരു സാധാരണ ഹോട്ടലിൽ വന്നിട്ട് ചായ കുടിക്കാൻ, എന്നും വരണ ഹോട്ടലിൽ വന്നിട്ട് ഒരു കാലിച്ചായ ഓർഡർ ചെയ്യണ അയാൾ, മീഡിയം ചായ എന്ന് പറയുന്നത്. അയാളൊരു ഗുമസ്തനാണ്. മധുരം കുറച്ച് മീഡിയം ചായ. ആ ചായ കുടിക്കാൻ നേരത്തെ അയാൾ കടലിന്റെ മണം അനുഭവപ്പെടുന്നു. അവിടെ എങ്ങും കടലില്ല. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ അനുഭവപ്പെട്ടു എന്ന് തോന്നുമ്പോഴാണ് അയാളുടെ ഫോണിൽ ഒരു മിസ്ഡ് കോൾ വരുന്നത്, ഒരു കോൾ വരുന്നു. അയാൾ അത് കുറേ നേരം അത് നോക്കി നിന്നു. പിന്നെ അയാൾ അത് എടുത്തു. അതൊരു സ്ത്രീയുടെ സ്വരമാണ്. ഇയാൾ ആകെ അങ്കലാപ്പിലായി. കാരണം ഇയാൾക്ക് അങ്ങനെ ഒരു സ്ത്രീകളുമായിട്ട് അമിതമായിട്ട് സംസാരിക്കാനോ എന്നുള്ള ഒരു ഇതില്ല, ഒരു ഉൾബലമില്ലാത്ത ഒരാളാണ്. പക്ഷെ ആ സ്വരം വളരെ സ്വീറ്റാണ്. അത് കട്ട് ചെയ്ത് പോവുകയും ചെയ്തു. അതോടെ ഇയാളുടെ ജീവിതം ആകെ മാറി. അയാളുടെ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുന്നു. ആ ജീവിതം ആകെ ഒരു കൊലപാതക കേസിൽ വരെ അയാൾ അകപ്പെട്ടു പോകുന്ന, ഇതിന്റെ എൻഡിൽ എത്തുമ്പോൾ വീണ്ടും ഇതേ സാധനം പരിസരത്തേക്ക് തന്നെ അയാൾ എത്തിപ്പെടുകയാണ്. ഇത് മുഴുവൻ സംഭവിച്ചതാണ്, എഴുത്തിലൂടെ സംഭവിച്ചതാണ്. അപ്പോൾ അത് ഞാൻ ഇത്രയും വിവരിച്ച് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എഴുത്ത് അങ്ങനെയാണ്. ഇനി എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. എൻ്റെ എഴുത്ത് മേശയിൽ ചെന്ന് എഴുതി തുടങ്ങുമ്പോൾ മാത്രമേ എനിക്ക് മനസ്സിലാകൂ. ഓക്കെ, താങ്ക്സ് സർ. നമസ്കാരം. ഹലോ, സിഗ്നൽ എന്തോ പ്രശ്നമുണ്ട്. കേൾക്കാൻ പറ്റുന്നില്ല. അവിടെ ഹോസ്റ്റലിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മൂത്തോന്ന്.
നേഹ വേറെ ഒന്ന് നീങ്ങി പറയാമോ? നേഹയും നല്ലൊരു വായനക്കാരിയാണ് സാർ. നന്നായി ആണ്. വായിക്കുന്ന ഒരു കുട്ടിയാണ്. ആ പക്ഷെ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. അവിടുത്തെ ഒരു മാഷെ സിഗ്നൽ. കേൾക്കാമോ? ഇപ്പൊ ഇപ്പൊ നന്നായി കേൾക്കാം. കേൾക്കാം, കേൾക്കാം. പറയൂ. എനിക്ക് പറയാനുള്ളത് ഹീരയുടെ അടുത്താണ്. ഇപ്പോ ഒരു പുസ്തകം വായിക്കുക, ആ പുസ്തകത്തെ അതിന്റെ ആ ഒരു കഥ മുറിയാതെ, ആ ഒരു കഥ വായിക്കാനുള്ള ആഗ്രഹം മുറിഞ്ഞു പോവാതെ ഒരാളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോ ഇന്ന് ഹീര പറഞ്ഞ പോലെ ഇന്ന് ഞങ്ങളിങ്ങനെ ക്ലാസ്സിലിരുന്ന് ഈ ഒരു പുസ്തകത്തെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തപ്പോ നളിനീനെ കുറിച്ചും ചിത്തനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളിങ്ങനെ തമാശക്ക് പറഞ്ഞു, ചിത്തന്റെ കഥാപാത്രത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ചിത്തരോഗി ഒക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നു. അങ്ങനെ ഒരു ഇങ്ങനെ തമാശക്ക് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് ആ ഒരു കഥയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഒരിക്കൽ പോലും നമുക്ക് ആ ഒരു കഥ മുഴുവനായി പറഞ്ഞ് ആ ഒരു കഥ വായിക്കാനുള്ള ഒരു സാധ്യതയെ അവിടെ മുറിച്ച് കളയാതെ നമുക്ക് വായിക്കാനുള്ള ഒരു പ്ലോട്ട് ഉണ്ടാക്കി തരികയാണ് ഹീര അപ്പോഴും ചെയ്തത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഹീര അവതരിപ്പിച്ച ആ ഒരു വിധായിക്കോട്ടെ, ഓരോ കഥാസമാഹാരങ്ങളും ഓരോ കഥകളും പ്രത്യേകം എടുത്ത് അതിൽ നമുക്ക് വായിക്കാനായിട്ട് ഓരോന്നിങ്ങനെ എറിഞ്ഞു തരികയാണ് ഇങ്ങനെ വായിക്കാൻ. ഇങ്ങനെ ഓരോ വരികളിലും ആദ്യത്തെ വരികൾ വായിക്കുമ്പോൾ നമ്മൾ ആ കഥയിൽ ഇരുന്ന് പോകുമെന്ന് പറഞ്ഞു. ആ സ്ത്രീയെ കുറിച്ച് പറഞ്ഞത് അതെല്ലാം ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളായിരുന്നു. അപ്പൊ അത് ഹീരയുടെ അടുത്തുനിന്ന് കേട്ടപ്പോ ആ മുഴക്കം ഒരു മുഴക്കമായി തന്നെ ഉള്ളിലിങ്ങനെ അവശേഷിക്കുകയാണ്. ഒരുപാട് സന്തോഷം തോന്നി. അത്രയും ഭംഗിയായിട്ട് ഹീര അത് അവതരിപ്പിച്ചു. സാറിനെ കേൾക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം സാർ. എനിക്കും സന്തോഷമുണ്ട്. അത് ഹീരയുടെ ആ അവതരണത്തെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം തന്നെയാണ് ഉള്ളത്. അത് അതിന്റെ ഒരു ഏറ്റവും പ്രയോജനകരമായ കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ കേൾക്കുന്നവർക്കൊക്കെ ഈ സമാഹാരം ഒന്ന് വായിക്കാൻ തോന്നുന്ന തരത്തിലാണ് ഹീര അവതരിപ്പിച്ചത്. അതാണ് അതിന്റെ ഒരു മനോഹാരിത എന്ന് എനിക്ക് തോന്നുന്നത്. വളരെ സന്തോഷം. നന്ദി ഹീര. താങ്ക് യു സർ. ഇപ്പം നേഹ പറഞ്ഞു നിർത്തിയപ്പോൾ ഒരു ചോദ്യം കൂടി ഉണ്ട്. അതൊരു കുസൃതി നിറഞ്ഞ ചോദ്യമായിട്ട് വേണമെങ്കിൽ കരുതാം. പ്ലീസ് ഇപ്പൊ പ്ലീസ്. ചിത്തൻ എന്നുള്ള പേരുണ്ടല്ലോ, അപ്പൊ അതിന് ആ പൂർണ്ണ രൂപം എന്തെങ്കിലും ഉണ്ടോ? കാരണം എന്റെ മനസ്സിൽ ചിത്തരഞ്ജൻ എന്നൊരു പേര് ഞാൻ ഭാവനയിൽ കൊടുത്തു ആ കഥാപാത്രത്തിന്. അതിനെ ചുരുക്കി നളിനി ചിത്തൻ എന്ന് വിളിക്കുന്നതായിട്ട് ഞാനങ്ങ് സങ്കല്പിച്ചു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പൂർണ്ണ രൂപം ഉണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. സത്യം പറയട്ടെ, എനിക്കറിയില്ല. ചിത്തൻ എന്ന് പറഞ്ഞ പേര് ആ കഥ എഴുതുമ്പോൾ കയറി വരികയായിരുന്നു. എനിക്കത് വളരെയധികം ഇഷ്ടമായത്. അപ്പോ നളിനി ചിത്തൻ എന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചിത്തൻ എന്ന് പറഞ്ഞത്. പക്ഷേ എന്റെ ബാല്യത്തിൽ എവിടെയോ ആ പേര് കേട്ടിട്ടുണ്ട് ഞാൻ. ഞാൻ പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്ത് എവിടെയോ അയൽപക്കത്തോ മറ്റോ ഒരു വീട്ടിൽ ഒരാൾ ഞാൻ ആ പേര് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആ കഥയിൽ പറയുന്നുണ്ടല്ലോ, ഹോട്ടലായി മാറിയ പഴയ വീട് എന്ന് പറയുന്നില്ലേ, അത് ഞാൻ താമസിച്ചിരുന്നത് തറവാട്ട് വീടാണത്. ഒരിക്കൽ ഞാൻ അതുവഴി നടന്നു പോയപ്പോഴാണ് അവിടെ വീട്ടിലെ ഊണെന്ന് എഴുതി ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും. ഞാൻ വേഗം അങ്ങോട്ട് കയറി ചെന്നു. അങ്ങോട്ട് കയറി ചെന്നിട്ട് അവിടെ ചെന്നൊരു ചായ ഓർഡർ ചെയ്ത് ഒരു കടിയോ മറ്റോ ഒക്കെ മേടിച്ച് കഴിച്ചു. അത് ഞാൻ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ആ കടക്കാരനോട് പറഞ്ഞു, ഞാനൊന്ന് അകത്ത് കയറി കണ്ടോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾക്ക് അത്ഭുതമായി. അപ്പൊ അല്ല, ഞാനിവിടെ കുട്ടിയായിട്ട് താമസിച്ചൊരു സ്ഥലമാണത്. അതെങ്ങനെയുണ്ട്, നിങ്ങൾ എങ്ങനെ അത് മാറ്റിയതെന്ന് കാണാനായിട്ടാണ്. ഞാൻ കയറി കണ്ടു അത്. അപ്പൊ ഈ ആ കാലത്ത് ഞാൻ കുട്ടിയായിരുന്ന കാലത്താണ് ഈ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിത്തൻ എന്ന് പറഞ്ഞ പേര് കേട്ടിരിക്കുന്നത്. അതിന്റെ പൂർണ്ണ രൂപം എനിക്കറിയില്ല. ഇപ്പൊ ഹീര പറയുമ്പോഴാണ് ചിത്തരഞ്ജനം ആകാമല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. എനിവേ താങ്ക് യു. അതെ, ഹീര അതിഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. അത്രയും അന്ന് പറഞ്ഞ പോലെ ഗംഭീരം എന്ന വാക്കിന് ആഴത്തിൽ എന്നാണ്. അത്രയും ആഴത്തില് ഇന്ന് പുസ്തകത്തിനെ തൊട്ടു. ഒരു അതെ മുഴക്കമുള്ള മാതിരി. അതെ അതെ. നേഹ പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പൊ എന്തായാലും ഹീരയ്ക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും. അതുമല്ല, അല്ലേ, സാറിനോട് ഇങ്ങനെ സംവദിക്കാനും സാധിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇതിന് നന്ദി പറയുന്നത് ഹോർത്തൂസിനാണ് കേട്ടോ. ഹോർത്തൂസിൽ വെച്ചിട്ടാണ് സാറിനെ കാണുന്നതും ആ. ഞാനൊരു അബദ്ധം ഒപ്പിക്കുന്നതും ആ, അതിനൊപ്പം ഇല്ല, ഇല്ല, ഇല്ല. സാറിനൊപ്പം ഒരു സമ്മതം കിട്ടുന്നത് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ. അതിനൊപ്പം ഹീര ഇത് സമ്മതിക്കുകയും ഈ പുസ്തകത്തെ ഇത്രയും പെട്ടെന്ന് വായിച്ച് പിന്നെ അതിന് പ്രത്യേകം വീണ്ടും വീണ്ടും നന്ദി പറയുക കേട്ടോ. ഇന്നത്തെ മോഡറേറ്റർ അമൃത നല്ല ഭംഗിയായിട്ട്
അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ സ്വാഗതം പറഞ്ഞ കൃഷ്ണാഞ്ജലി, വളരെ സ്നേഹം. ഇനി നന്ദി പറയാൻ പോകുന്ന ആൻമേരിയോടും പ്രത്യേകം പറയുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈ വായിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മുഴക്കം ഒന്ന് വായിക്കുക. ആ കഥ ഒരു കഥ വായിച്ചാൽ പിന്നെ നിങ്ങൾ അതിൽ അകപ്പെട്ടു പോകും. സാറിനെ ഇരുത്തിക്കൊണ്ട് പുകഴ്ത്തുന്നതല്ല. സാറ് പറഞ്ഞു ഞാനൊരു എളിയ എഴുത്തുകാരനാണെന്നൊക്കെ. എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ ഒരു ഏറ്റവും മുകളിൽ നിൽക്കുന്ന 10 ആളെടുത്താൽ, ഇന്നത്തെ ഒരു 10 ആളെടുത്ത അതിലൊരാൾ സാറാണെന്നുള്ളത് ഉറപ്പാണ്. കാരണം അമ്മാതിരി ഭാഷയും അത്തരം വൈകാരികതയും. പലരും പറയും ഈ നമ്മുടെ ഏറ്റവും ആദ്യത്തെ സിനിമാറ്റിക് നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി എന്നൊക്കെ. അതൊന്നും അറിവില്ലായ്മ കൊണ്ട് പറയുന്ന വിശേഷണമാണെന്ന് തോന്നുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും പ്രാഗൽഭ്യമുള്ള സിനിമാറ്റിക് എഴുത്തുകാരൻ നമ്മുടെ മുന്നിലിരിക്കുന്ന മാത്യു സാറാണെന്നുള്ളതാണ്. ആ മുഴക്കം വായിച്ചാൽ മതി. എനിക്ക് സമാനമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്കത് വായിച്ചിട്ട് ആകെ അസ്വസ്ഥത വന്നു. ആ അസ്വസ്ഥത ഇപ്പോഴും കയറി വരുന്നുണ്ട്. കാരണം എൻ്റെ അയൽപ്പക്കത്തൊരു ചേട്ടനെ കാണാതായി. 20 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ കണ്ടെത്തുകയാണ്. ഞാനാണ് പോയി കൊണ്ടുവരുന്നത് മംഗലാപുരത്ത് നിന്ന്. കൊണ്ടുവന്നിട്ട് അപ്പോഴേക്കും ആള് മാറിയിട്ടുണ്ട്. കൊണ്ടുവന്ന് ഇതിന് സമാനത ഉണ്ട് സാറേ. കൊണ്ടുവന്ന് പിറ്റേ ദിവസം ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ആ വീട്ടിൽ ചെല്ലുമ്പോൾ അയാൾ അവിടുന്ന് കാണാനില്ല. ആ ഒരു രാത്രി ആ വീട്ടിൽ കുറേ സംഭവവികാസങ്ങൾ ഉണ്ടായി. അപ്പോൾ അവര് പറയുന്നത് ആ വന്ന ആളല്ല ആ പോയ ആള്, നഷ്ടപ്പെട്ട ആള്, ചേട്ടൻ. വന്ന ആള് അവിടെ ഒരു കുറിപ്പ് എഴുതി വെച്ച് പോയിട്ടുണ്ട്. എന്നെ ഇനിയും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കുറിപ്പ് എഴുതി വെച്ച് പോവുകയുണ്ടായി. അപ്പൊ അതൊക്കെ സമാനമായിട്ട് അനുഭവിച്ചവർക്ക് പ്രത്യേകിച്ച്, അല്ലാത്തവർക്കും ഒരു വലിയൊരു മുഴക്കം ഈ കഥയിലുണ്ട് എന്നുള്ളതാണ്. സാറിന്റെ എല്ലാ എഴുത്തിലും ഇപ്പൊ ഏറ്റവും പുതിയ ഇറങ്ങിയ നോവല് സാറും തന്നെ പറഞ്ഞു. അതും വേറൊരു പ്രസാധകരായിരുന്നെങ്കിൽ അതിപ്പോ ചൂടപ്പം പോലെ പോയിണ്ടാവും. അത് DC-യോ അല്ലെങ്കിൽ മാതൃഭൂമി ഇറക്കിയിരുന്നെങ്കിൽ ജനകീയമായി മാറിയേനെ. അത്രയും അടിപൊളി നോവലാണ്, എല്ലാവരും വായിക്കേണ്ടതാണ്. ഹീരാമിസ് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഒന്ന് രണ്ട് സംശയം ഉണ്ടായിരുന്നു സാറേ. ഈ എഴുത്തിന് എന്താണ് സാറിന് ഇങ്ങനെ പ്രചോദനം വരുന്നത്? അതാണ് ഒരു ചോദ്യം. എഴുത്ത് എങ്ങനെ വന്നു? മറ്റൊരു ചോദ്യം, ഈ താഴ്ചയിലേക്ക് പോകുന്ന, ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഇരുണ്ട വഴികളിലേക്ക് പോകുന്ന, തുരങ്കത്തിലേക്ക് പോകുന്നതിലൊരു എന്തോ ഒരു ഇഷ്ടം സാറിന് പലതിലും ആവർത്തിച്ചു വരുന്നുണ്ട്. അപ്പൊ അടിയാളപ്രേതം, അതില് ആ ഉണ്ണിച്ചക്കൻ, അടിയാളപ്രേതം എന്നുള്ള ചാപ്റ്ററിൽ തന്നെ ഉണ്ണിച്ചക്കൻ റൂം എടുത്തിട്ട് ഒരു താഴ്ചയിലേക്ക് പോണ ഒരു സ്വപ്നം കാണുന്നൊക്കെ ആയിട്ട് പറയും. ഇങ്ങനെ പലതിലും വേറെ എവിടെയൊക്കെ ആവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഇഷ്ടം അവിചാരിതമായിട്ട് വന്നാണോ, ബോധമായിട്ട് വന്നാണോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട്. പിന്നെ സാറിന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ചൊന്നും ചോദിക്കാൻ പാടില്ല എന്നാണ് ശ്രീജിത്ത് പെരുന്തച്ചനൊക്കെ പറയാറ്. അതായത് എഴുത്തുകാരെ വെറുതെ വിടുക എന്ന് പറഞ്ഞിട്ട് ശ്രീജിത്ത് പെരുന്തച്ചന്റെ ഒരു പുസ്തകമുണ്ട്. എന്നാലും ചോദിക്കുകയാണ്, സാറിന്റെ മറ്റു വിവരങ്ങൾ, കുടുംബ വിവരങ്ങള്, മക്കള്, വിദ്യാഭ്യാസം എവിടെയായിരുന്നു, എന്തായിരുന്നു പഠിച്ചത്, ഒരു ഭാഷ ഇങ്ങനെ ഒരു അമ്മാനാടണമെങ്കിൽ എന്തോ ഒരു എഴുത്തച്ഛൻ ഉള്ളിൽ കയറിയിട്ടുണ്ടെന്നുള്ളതാണ്. വെറുതെ ഭാഷാ പ്രയോഗങ്ങളല്ലല്ലോ, ഓരോ വാക്കിലും ഓരോ വൈകാരികത കൊണ്ടുവരുന്നത്. അപ്പൊ 3 ചോദ്യമാണ്. എഴുത്തിന് പ്രചോദനമാകുന്നത്, ഇങ്ങനെ ഒരു തുരങ്ക ഒരു അഭിനിവേശം എന്തുകൊണ്ട് വന്നു, പിന്നെ ഈ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് വിവരങ്ങൾ പറയാമെങ്കിൽ. താങ്ക് യു സാർ. ഒന്നും സംസാരിക്കാതിരിക്കാൻ തക്കവണ്ണമുള്ള രഹസ്യങ്ങളൊന്നുമില്ല. അതെല്ലാം ചർച്ച ചെയ്യപ്പെടാവുന്നതേ ഉള്ളൂ. അതായത് എഴുത്തിലേക്ക് വരാനും അതിലേക്ക് ഒരു പ്രചോദനമാകാനും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. എൻ്റെ വീട്ടിൽ നല്ലൊരു വായനക്കാരും ഉണ്ടായിരുന്നില്ല. ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ എന്നെ പ്രോത്സാഹിപ്പിക്കാനല്ല, നീ എഴുതണം, നിനക്ക് എഴുതാൻ കഴിവുണ്ടെന്ന് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. ഒരു അധ്യാപകൻ പോലും പറഞ്ഞിട്ടില്ല. അപ്പൊ എൻ്റെ വീട്ടിൽ പുസ്തകങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ശീലം എൻ്റെ പരിസരത്ത് ആർക്കും ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് എന്താ പറയുക, അങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് പറയാം. അപ്പൊ പക്ഷെ വായിക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. വായിക്കാൻ വേണ്ടി അടുത്ത വീട്ടിൽ പോയിട്ട് അവിടെ നിന്നുള്ള മാതൃവും ചെറിയ മനുഷ്യരും വലിയ ലോകവും തൊട്ട് വായന തുടങ്ങിയതാണ് ഞാൻ. അങ്ങനെയാണ് ഇങ്ങനെ വായിച്ച് കയറി വരുന്നത്. അപ്പൊ ഈ എഴുത്ത് തന്നെയാണ്, വായന തന്നെയാണ് നമ്മളെ എഴുത്തിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് 8ാം വയസ്സിലെ ഞാൻ ദസ്തയേവ്സ്കി വായിച്ചു എന്നുള്ളതാണ്. അതൊരു വലിയ കാര്യമല്ലേ. അത് എനിക്ക് വായിക്കാൻ എടുത്തു തന്ന ലൈബ്രറിയന് നന്ദി എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനായ ഒരു മനുഷ്യനെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലേഖനം
പണ്ട് എഴുതിയൊരു ലേഖനം പരിശോധിച്ചപ്പോഴാണ് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുള്ള കാര്യം ഓർത്തത്. ആ ലൈബ്രറിയനെ കുറിച്ച് ഞാൻ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഈ മാതൃഭൂമിയിൽ ഞാനിപ്പോൾ ഫെസ്റ്റിവലിൽ എൻ്റെ ഒരു പുസ്തകം ഇറങ്ങുന്നുണ്ട്, അകംപുറം എന്ന് പറഞ്ഞ ലേഖനങ്ങളാണ്. ഇത്തരം കുറിപ്പുകളാണ്, എഴുത്തിനെ സംബന്ധിച്ചുള്ള കുറിപ്പുകളാണ്. എങ്ങനെ ഈ കഥ എഴുതിയെന്ന്, അല്ലെങ്കിൽ എങ്ങനെ കഥകൾ എഴുതുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, തിരക്കഥ എഴുതുന്നതിനെ കുറിച്ചൊക്കെയുള്ള. അപ്പോൾ അതിൽ ഞാൻ ആ ലൈബ്രറിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്നെ എഴുത്തിലേക്ക് കൊണ്ടുവന്ന ഒരുപാട് പേരുണ്ട്, ഈ എഴുത്തിലേക്ക് എത്തിച്ച അസംഖ്യ, വീട്ടിൽ നിന്നല്ലെങ്കിലും പുറമേ നിന്നുണ്ട്. അപ്പൊ അങ്ങനെ സുഹൃത്തുക്കളുണ്ട്. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. പിന്നീട് ഒരു ആദ്യം കുറെ തിരസ്കാരങ്ങൾ ധാരാളം, എല്ലാ എഴുത്തുകാർക്കും ഉണ്ടാകുന്ന പോലെ എനിക്കും ധാരാളം തിരസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഈ 40 വർഷം എടുത്തു എനിക്കൊരു ഒരു സ്ഥിരമായ വായനാ സമൂഹം ഉണ്ടാകാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചാവുനിലം പുറത്തിറങ്ങിയിട്ട് 96 ഇറങ്ങിയ ചാവുനിലം ആരും വായിച്ചിരുന്നില്ല. പുസ്തകമൊക്കെ അങ്ങനെ തന്നെ ഇരുന്നു പോയി. 2010 ചാവുനിലം പുതിയ തലമുറ വായിക്കാൻ തുടങ്ങുന്നത്. 2010 അപ്പൊ അപ്പൊ അത്രയും സമയമെടുത്തു അത്. അത്രയും സമയമെടുത്തത് നന്നായി. അപ്പോൾ നമുക്ക് ഈ ആവശ്യമില്ലാത്തൊരു അഹങ്കാരവും ഞാൻ കൊള്ളാം എന്നുള്ളൊരു തോന്നലും എനിക്ക് ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല. അപ്പോൾ ഞാൻ കുറെ അധ്വാനിച്ചാൽ മാത്രമേ എനിക്ക് ബെറ്റർ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിചാരം ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അത് ഗുണം ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുടുംബം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയുടെ പേര് ശോഭ എന്നാണ്. അപ്പോൾ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരാളാണ്. അവരും അത്യാവശ്യമൊക്കെ വായിക്കും. 2 മക്കളാണ് എനിക്കുള്ളത്, ഉണ്ണി, ആനന്ദ്. അവർ ഒരുപക്ഷെ ചിലരെങ്കിലും അറിയായിരിക്കും, ചിലപ്പോൾ വിദ്യാർത്ഥികൾ അറിയുമായിരിക്കും. ഈ കരിക്ക് എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമുണ്ട് യൂട്യൂബിൽ. അതിലെ അഭിനേതാക്കളും ടെക്നീഷ്യൻസും ഒക്കെയാണ് ഉണ്ണിയും ആനന്ദും. അതാണ് അവരുടെ ഒരു പ്രൊഫഷണൽ ലൈഫ്. അതാണ്. ഞാൻ താമസിക്കുന്നത് തൃക്കാക്കരയിലാണ്. തൃക്കാക്കര അമ്പലത്തിനടുത്ത് ഞങ്ങൾ സ്വസ്ഥമായിട്ട് ഇങ്ങനെ താമസിച്ചു പോകുന്നു. ഉണ്ണി മാരീഡ് ആണ്. അവൻ്റെ ഭാര്യയുടെ പേര് റീനു എന്നാണ്. അവരും അത്യാവശ്യം അഭിനയിക്കുന്ന ഒരാളാണ്, ആർട്ടിസ്റ്റാണ്. അവർക്കൊരു കുട്ടിയുണ്ട്, മാധവി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ഇതാണ് എൻ്റെ കുടുംബം. സാറിന്റെ വിദ്യാഭ്യാസം എന്താ പഠിച്ചത്? ഞാൻ പഠിച്ചത് ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇക്കണോമിക്സ് ആയിരുന്നു ഡിഗ്രി. പക്ഷെ എനിക്ക് മലയാളം പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് മലയാളം MA പ്രൈവറ്റായിട്ട് ചേർന്നു. പ്രൈവറ്റായിട്ട് ചേർന്നിട്ട് എവിടെയും പോയില്ല പഠിക്കാനൊന്നും. ഒരു സംസ്കൃതം പഠിക്കാനായിട്ട് ഒരു മാഷിൻ്റെ അടുത്ത് പോയിരുന്നു. സംസ്കൃതം കുറച്ച് പഠിച്ചു എന്നേ ഉള്ളൂ. അതിൽ കഷ്ടി പാസ്സായേ ഉള്ളൂ, അല്ലാതെ വലിയ മാർക്കൊന്നും കിട്ടിയൊന്നുമില്ല. MA സർട്ടിഫിക്കറ്റ് എവിടെയും ഉപയോഗിച്ചില്ല. ഞാൻ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ട് ഗവൺമെൻറ്റിൽ എന്താ പറയുന്നത്, ഈ സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടി എനിക്ക്, അസിസ്റ്റന്റ് ഗ്രേഡായിട്ട്. ഗ്രേഡ് 2 ആയിട്ട് കയറി. അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി എറണാകുളത്തെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലാണ് ജോലി ചെയ്തത്. അതിനു മുമ്പ് കേരള ടൈംസ് എന്ന് പറഞ്ഞൊരു ഓഫീസിൽ ഞാൻ ദീർഘകാലം ജോലി ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ചില അനുഭവങ്ങളൊക്കെ കാണായ്മ എന്ന നോവൽ എഴുതാനായിട്ടൊക്കെ ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾ. മനോരമ പത്രം, അങ്ങനെ പത്രപ്രവർത്തനം ഉണ്ടായില്ല? പത്രപ്രവർത്തനം ഇത് കേരള ടൈംസ് എന്ന് പറഞ്ഞ പത്രത്തിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്, മനോരമയിലല്ല. കേരള ടൈംസ് വളരെ ചെറുകിട പത്രമാണ്. അതിൻ്റെ ഒരു അതെല്ലാം അതിനകത്തുണ്ട്. ആ നോവലുണ്ട്. അതിൻ്റെ ഒരു ദാരിദ്ര്യം അവസ്ഥയും ഒക്കെ അതിനകത്തുണ്ട്. പിന്നെ ഇതാണ് ഈ ആത്മാംശം എന്തെങ്കിലും ഉണ്ടെയും ഇങ്ങനെ താഴത്തേക്ക് പോകുന്നതിന്റെ ഒരു പ്രവണത. അത് ശരിക്കും ആത്മാംശം തന്നെയാണത്. അപ്പോൾ നമുക്ക് ഈ എന്താ പറയുന്നത്, ആദ്യകാലത്തൊന്നും നമുക്ക് ശ്രദ്ധയിൽപ്പെടാനേ പാടില്ല എന്നുള്ള ഒരു ആഗ്രഹം തന്നെ ഉണ്ടായിരുന്നു. അദൃശ്യനായിരിക്കാൻ ഞാൻ പണ്ടെങ്ങോ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അത് പറയുന്നുണ്ട്. പണ്ട് എനിക്ക് അദൃശ്യനായിരിക്കാനാണ് ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു എലിമെന്റ് പിന്നീട് മാറി മാറി വന്നെങ്കിൽ ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അതൊക്കെ കിടപ്പുണ്ടത്. അതാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും കടന്നു വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, എഴുത്തിൽ അബോധാത്മകമായിട്ട് ചില കാര്യങ്ങൾ കടന്നു വരുമല്ലോ. ഇത്തരം കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ലൈഫ് കൊടുക്കുന്നത്, ജീവൻ കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ എഴുത്ത് ആരംഭിച്ച കുറെ കുട്ടികളുണ്ട്. അവർക്ക് സാറിന്റെ ഒരു കവിശിക്ഷ പോലെ, ഉപദേശം പോലെ എന്തെങ്കിലും? അതിലിപ്പോ എൻ്റെ ജീവിതം കേട്ടിട്ട് എന്തെങ്കിലും ഉപദേശിക്കാൻ പാങ്ങുള്ള എന്തെങ്കിലും അതിലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതായത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫയർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് എഴുത്തുകാരനാകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അത് പുറമേ നിന്ന് ഒരാളുടെ നിർദ്ദേശവും ഉപദേശവും സ്വീകരിച്ച് ഒരാളും എഴുതരുതെന്നേ ഞാൻ പറയുള്ളൂ. ഉള്ളിൽ നിന്നുള്ള അവനവൻ്റെ ആത്മാവിൻ്റെ ഒരു നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നുള്ളതല്ലാതെ
പലപ്പോഴും ഈ ഏതോ ഒരു വിദേശത്തുള്ള ഒരു എഴുത്തുകാരനാണ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ എഴുത്ത് തിരഞ്ഞെടുത്തതല്ല, എഴുത്ത് എന്നെ തിരഞ്ഞെടുത്തതാണെന്ന് അദ്ദേഹം ഒരു വാചകം പറഞ്ഞത് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് എനിക്കും അത് പറയാൻ തോന്നിയിട്ടുണ്ട്. അത് എഴുത്ത് നമ്മളെ തിരഞ്ഞെടുക്കുന്നവരെ കാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. പുതിയ സിനിമ ഏതായാലും പുതിയ സിനിമയിൽ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അതിങ്ങനെ ചർച്ച നടക്കുന്നുണ്ട്. ഓരോ കാലത്ത് ഓരോ സിനിമാക്കാരുമായിട്ടൊക്കെ ചർച്ചകളൊക്കെ നടക്കും. അത് ചിലപ്പോൾ നടക്കണമെന്നില്ല, അത് പ്രായോഗികമാകണമെന്നില്ല. അത് പക്ഷെ ലിറ്റററി വർക്കുകൾ തന്നെയാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഏതായാലും സാറിന്റെ സർഗ വഴികളിൽ നിറയെ ആശംസകളും പ്രാർത്ഥനകളൊക്കെ നേരെയാണ്. വളരെ നമ്മുടെ സന്തോഷം, നന്ദി. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ എല്ലാ അഭ്യുദയകാംക്ഷികളുടെയും വിശ്വസ് സാറിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഇവിടെ പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ കൂടുതൽ പ്രകാശം നേടാറുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം ഞങ്ങളിലുണ്ട്. ഇവിടെ വരുന്ന അതിഥികൾ പിന്നെ വലിയ പുരസ്കാരങ്ങളും വലിയ നേട്ടങ്ങളിലേക്കൊക്കെ എത്തുന്നതായിട്ട് അതൊരു അനുഭവം കൂടിയാണ്. അപ്പോൾ സാർ ഇത്ര നേരം വിലപ്പെട്ട നേരം നമ്മളോടൊത്തുണ്ടായതിൽ സന്തോഷം വീണ്ടും പറയുകയാണ്. നമുക്ക് അല്ല, സമയത്തിൽ ഈ നിമിഷങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. കാരണം പുരസ്കാരങ്ങളെക്കാൾ വലുത് നമ്മളെ വായിക്കുന്ന ഒരു വായനക്കാരന്റെ പ്രതികരണം കേൾക്കുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ഇത്രയും പേര് അഭിപ്രായങ്ങൾ പറയുകയും ചോദ്യങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്തില്ല. അത് ഈ നിമിഷങ്ങൾ ഏതായാലും വളരെ സാർത്ഥകമാണ്. അതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനി സാർ ഒരു ആരെങ്കിലും കാര്യം കൂടി ചേർന്നോട്ടെ. ഹീര എക്കണോമിക്സ് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ സാർ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അത് ആലോചിക്കായിരുന്നു. അത് ശരി. സാറിന്റെ പുസ്തകം അവതരിപ്പിച്ച ഹീരക്ക് വല്ല ചേർക്കാനുണ്ടോ ഹീര? ടീച്ചറെ, സാറ് പറഞ്ഞപ്പോൾ ഞാനും അത് ആലോചിച്ചു. ഞാനും എക്കണോമിക്സ് ആണ്. പക്ഷെ ലിറ്ററേച്ചറുമായിട്ട് എനിക്ക് വളരെ ചുരുക്കം ഇതേ ഉള്ളൂ, അല്ലെ എന്താ പരിചയമേ ഉള്ളൂ. വായനയുണ്ട്. അതുപോലെ തന്നെ ഇപ്പം എഴുത്ത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കുഞ്ഞിലെ വിട്ടിട്ട് പിന്നെ ഞാനത് തുടങ്ങിയത് ഇപ്പം ബി.എഡിന് വന്നതിന് ശേഷമാണ്. അതും ഉപന്യാസം, സിനിമാ നിരൂപണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതി പോകുന്നുള്ളൂ. അപ്പോ അത് കേട്ടപ്പോൾ ഞാനും അത് ആലോചിച്ചു, ഞാൻ എക്കണോമിക്സ് ആണല്ലോ എന്നുള്ളത് ആലോചിച്ചു. അതേപോലെ തന്നെ ഇപ്പം ഒരു കാര്യം കൂടെ ചേർത്ത് വെക്കുകയാണ്. മൺട്രോത്തുരുത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. പക്ഷെ അത് കൊച്ചി പശ്ചാത്തലാക്കി തന്നെ എഴുതിയെന്ന് പറഞ്ഞു. നോവൽ ഞാൻ വായിച്ചിട്ടില്ല, തീർച്ചയായും വായിക്കുന്നതാണ്. ഞാൻ ബി.എഡിന് ചേരുന്നതിന് മുമ്പ് കുറച്ചാൾ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ നമ്മുടെ വൈപ്പിൻ തീരങ്ങള്, കൊച്ചിയുടെ സമീപ പ്രദേശങ്ങളെല്ലാം ഇതുപോലെ തന്നെ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന ദ്വീപുകൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അതിനേക്കാളും മൺട്രോത്തുരുത്ത് ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷെ ഒരു പരിധി വരെ മൺട്രോത്തുരുത്തിനെ പറ്റി എല്ലാവരും സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഭാഗങ്ങൾ മുങ്ങി താഴുന്നത് ആരും അറിയുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ആ കഥയ്ക്ക് ശരിക്കും ആപ്റ്റ് ഇവിടം തന്നെ ആയിരുന്നു എന്ന് എനിക്കിപ്പോ ഇത് സാറ് പറഞ്ഞപ്പോ എനിക്കത് അത് തോന്നി. ഹീര പറഞ്ഞത് വളരെ സത്യമാണ്. ഇത് എഴുതുന്നതിന് മുമ്പ് തന്നെ ഞാൻ അറിഞ്ഞിരുന്നു. അതായത് ഈ ടൈഡൽ വേവ്സ് വന്നിട്ട് പനമ്പള്ളി നഗറിൽ വരെ കുറേ വീടുകൾ വെള്ളപ്പൊക്കം ഉണ്ടായി. അത് എന്തുകൊണ്ട് ഈ വെള്ളപ്പൊക്കം വന്നു എന്ന് ആർക്കും മനസ്സിലായില്ലായിരുന്നു. പിന്നീട് ഈ മറ്റേ ബിനാലെ ചെയ്തയുടെ ഭാഗമായിട്ട് കുറേ ഫോട്ടോഗ്രാഫ്സ്, ഈ സുനിലൊക്കെ കുറേ ഫോട്ടോഗ്രാഫ്സ് ചെയ്തിരുന്നു. ഈ ചവിട്ടുനാടുകാരൊക്കെ വെള്ളക്കെട്ടിൽ നിൽക്കുന്ന ആയിട്ടുള്ള ചില ഫോട്ടോഗ്രാഫ്സ് ചെയ്തിരുന്നു. ഇത് ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട്. പക്ഷെ ഇപ്പോഴും ആരും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ പല പ്രദേശങ്ങളും ഇപ്പോഴും ഈ ടൈഡൽ വേവ്സ് കൊണ്ട് വെള്ളത്തിനടിയിലാണ്. ഈ പശ്ചിമ കൊച്ചിയിലൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. എടവനക്കാട് വരെയൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെന്ന് എനിക്കറിയാതെ, ആ ഒരു അവസ്ഥയും കൂടി എനിക്കറിയാതെ. അത് സൂചിപ്പിച്ചതിന് നന്ദി. എന്ന് വെച്ചാൽ അത്തരം ഒരു വളരെ അത് ഈ സിനിമയെ കുറിച്ച് കാര്യമായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സിനിമ ഇപ്പോൾ വന്ന് വലിയൊരു മൂല്യശോഷണം സംഭവിക്കുന്ന ഒരു കലാരൂപമായിട്ട് മാറിപ്പോയെന്ന് ഇല്ലാത്തൊരു സംശയമുണ്ട്. കാരണം വയലൻസ് ആണ് കൂടുതലായിട്ടും പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള പത്മരാജന്റെ സിനിമകളോ അരവിന്ദന്റെയോ അങ്ങനെയുള്ള അതുമാതിരി സത്യജിത്ര അല്ലെങ്കിൽ നമ്മുടെ അടൂർ ഇതുപോലുള്ള ഒരു കലാമൂല്യമുള്ള സിനിമകളൊന്നും അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞോ? സാറിന് എന്താണ് പറയാനുള്ളത് അതിനെക്കുറിച്ച്? എനിക്ക് തോന്നുന്നതേ, നമ്മളൊന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഈ നമ്മുടെ പത്രങ്ങളൊന്ന് വായിച്ചു നോക്ക്. പ്രധാനപ്പെട്ട വാർത്തകൾ എന്താ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത്? അത് നമ്മള് പുറത്ത് പറയാനായിട്ട് അറച്ചിരുന്ന കാര്യങ്ങളല്ലേ ഇന്നിപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ വളരെ പൊളിറ്റിക്കലാണെന്ന് പറയുന്ന ആളുകൾ മുഴുവനും
പറയുന്നത് അവിഹിത ബന്ധങ്ങളെക്കുറിച്ചും സ്വർണ്ണമോഷണത്തെക്കുറിച്ചും അത്തരം കാര്യങ്ങളല്ലേ. വയലൻസ് വളരെ വൃത്തികെട്ട രീതിയിൽ നടമാടിക്കൊണ്ടിരിക്കുകയല്ലേ. ദിനപത്രം തുറന്നു കഴിഞ്ഞാൽ കുട്ടികളോട് ദിനപത്രം വായിക്കാൻ നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ എൻ്റെ പേരക്കുട്ടിയോട് TV വാർത്ത കാണാൻ നേരത്ത് അവളെ മാറ്റി നിർത്താനേ പറയുള്ളൂ. കാരണം അവർ പഠിക്കുന്നത് വേറെ വൃത്തികെട്ട കാര്യങ്ങളാണ് ഇത് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ വയലൻസ് മുഴുവൻ ജീവിതത്തിലുണ്ട്. ഈ ജീവിതത്തിലുള്ളത് മുഴുവനും കലയിലേക്ക് വരണം എന്നൊന്നും യാതൊരു നിർബന്ധമില്ല. ഇതിന്റെ കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കലാത്മകമാകുന്നില്ല എന്നുള്ളിടത്താണ് ഇതിന്റെ കുഴപ്പം. ഈ ചെറുപ്പക്കാർക്ക് ഇഷ്ടം ഞാൻ പത്രത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു കാലത്ത് എന്നും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെയിന്ററുടെ ചിത്രത്തെക്കുറിച്ച് പ്രദർശനത്തെക്കുറിച്ച് എഴുതാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാളുടെ ഇതൊന്നും ആർക്കും വേണ്ട, മനുഷ്യന്മാർക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കുന്നു. ഏതെങ്കിലും മിമിക്രിക്കാരൻ്റെയോ സിനിമാ നടൻ്റെയോ ഒക്കെ കാര്യങ്ങൾ കൊടുക്കാൻ പറയും. ഈ ഒരവസ്ഥ ഈ എന്താ പറയുന്ന മനുഷ്യന്റെ ജീവിതത്തെ തിരുത്താൻ ബാധ്യതയുള്ള എഴുത്തുകാരനും പത്രപ്രവർത്തകനും ഈ ഫിലിം മേക്കേഴ്സും എല്ലാവരും ആളുകൾക്ക് എന്ത് വേണം എന്നുള്ളത് അത് കൊടുക്കാൻ തയ്യാറായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്നും പറയും, നമ്മൾ ഒരിക്കലും ഈ ജനപ്രിയത, കലയിലെ ജനപ്രിയത പ്രോത്സാഹിപ്പിക്കാനേ പാടില്ല. ഇപ്പൊ ഹോർത്തൂസിൽ നടന്ന ചർച്ചയിൽ ഞാൻ പറഞ്ഞത് അതാണ്. ഈ ജനപ്രിയ സാഹിത്യം എഴുതുന്ന ആളുമായിട്ടാണ് ഞാൻ ചർച്ച നടത്തിയത്. ഞാൻ പറഞ്ഞതിന്റെ കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ അമിതമായിട്ട് എന്റർടൈൻ ചെയ്തു. ഒരു എഴുത്തുകാരൻ എന്റർടൈൻ ചെയ്യുകയല്ല വേണ്ടത്, എൻഗേജ് ചെയ്യിക്കുകയാണ് വേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ വായനക്കാരുമായിട്ട് എൻഗേജ് ചെയ്യണം, മൗലികമായ പ്രശ്നങ്ങളിലേക്ക് ഉണർത്തിക്കൊണ്ടുവരികയാണ് വേണ്ടത്. അവനൊരു ഷോക്ക് ട്രീറ്റ്മെന്റാണ് കൊടുക്കുന്നത് വായനക്കാരന്, അവനല്ലെങ്കിൽ അവൾക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. അതിന് പകരം സുഖിപ്പിക്കുകയാണെന്ന് ചെയ്യുന്നത്. ജനപ്രിയ സാഹിത്യവും ജനപ്രിയ കലകളും ചെയ്യുന്നത് സുഖിപ്പിക്കുക. വയലൻസ് ഇഷ്ടമാണ് ഒരു തലമുറയ്ക്ക്, അവർക്ക് വയലൻസ് അങ്ങോട്ട് കൊടുക്കുക. അതായത് ഇത്രയ്ക്കധികം ലഹരി ഇവിടെ പടർന്നു പിടിക്കാൻ കാര്യം അത് തന്നെയാണ്. അത് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടൊന്നും അല്ല, അത് വിട്ടുകൊടുക്കുകയാണത്. മനുഷ്യനെ മയക്കി കിടത്തി കഴിഞ്ഞാലുള്ള പ്രയോജനം രാഷ്ട്രീയക്കാർക്ക് തന്നെയാണ്. അധികാരം പിടിച്ചടക്കാൻ, ഫാഷിസ്റ്റ് ശക്തികൾക്ക് അധികാരം പിടിച്ചടക്കാൻ ഏറ്റവും അനുകൂലമായ മണ്ണ് മയങ്ങിപ്പോയ മനുഷ്യരാണ്. ആ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. താങ്ക് യു സർ. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ഇല്ല, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Okay. സാറേ, സമയത്തിന്റെ ഒരു പരിമിതിയും പ്രശ്നം. അതെ, 9:30 ആയല്ലോ. അതെ. ആയാലും അടുത്തതായി നന്ദി പറയുന്നതിനായി 2ാം വർഷ B.Ed സോഷ്യൽ സയൻസ് വിദ്യാർത്ഥിനി ആൻമേരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ, ഒഡിബിൾ ആണോ? അതെ. കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നന്ദിയിലേക്ക് കടക്കാണ്. ആദ്യമേ തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്ന PF മാത്യു സാറിന് ഒരുപാട് നന്ദി. ഇപ്പം ഒരു 1.5 മണിക്കൂറോളമായി സാറ് വളരെ ക്ഷമയോടെ എല്ലാവരുടെയും ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തു. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നും തന്നെ വേഗം നമുക്ക് മനസ്സിലാവും ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ സാറിനെ കാണാൻ പറ്റിയതിലും സാറിന്റെ ഇന്ററാക്ഷൻ കേൾക്കാൻ പറ്റിയതിനൊക്കെ ഒരുപാട് സന്തോഷം. അപ്പൊ സാറിന് ഒരുപാട് നന്ദി പറയാണ്. എനിക്കും അങ്ങോട്ട് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സാർ. അടുത്തതായി നമ്മുടെ പ്രിൻസിപ്പൽ മാം സുസ്മിത മാം ഈ ഒരു പ്രോഗ്രാം നടത്താനായിട്ട് എല്ലാ തരത്തിലും സജ്ജീകരണ സപ്പോർട്ടുകൾ തരുന്നത് നമുക്ക് സുസ്മിത മാം ആണ്. മാമിന് നന്ദി പറയുന്നു. അതേപോലെ തന്നെ നമ്മുടെ ടീച്ചർ കോർഡിനേറ്റേഴ്സ് ഹിര മാമിനും പിന്നെ കൃഷ്ണകുമാർ സാറിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അടുത്തതായിട്ട് ഇന്ന് പുസ്തക നിരൂപണം നടത്തിയ എൻ്റെ പ്രിയ സുഹൃത്തായ ഹീരയ്ക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് വളരെ രസകരമായിട്ട് ഹീര അത് അവതരിപ്പിച്ചു. പിന്നെ മോഡറേറ്ററായ അമൃതയ്ക്കും കൃഷ്ണാഞ്ജലിക്കും ഒരുപാട് നന്ദി. കൃഷ്ണാഞ്ജലി സ്വാഗതമാണ് പറഞ്ഞത്. കൃഷ്ണാഞ്ജലിക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.